സംസ്ഥാന സമ്മേളനത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സമ്മേളനം കൊഴുപ്പിക്കുവാൻ വേണ്ടി ഗംഭീരമായ ഇംഗ്ലീഷ് പാട്ടും ഹിന്ദി പാട്ടും ഒക്കെ പഠിച്ചുകൊണ്ട് റാപ്പ് മ്യൂസിക്കും പുതിയ വേദിയിലേക്ക് കടക്കുന്നു. പ്രിയപ്പെട്ട ചലച്ചിത്ര താരം ടിനി ടോം സ്വാഗതം ചെയ്യുന്നു. ടിനി ടോം. നമസ്കാരം. 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 അതെ, അവിടെയുള്ള ആൾക്കാർക്ക് എന്തൊക്കെയോ സംശയം ഉണ്ട്. അതെ, അവിടെ ഒറിജിനലാണോ അതോ അപരനാണോ? ഒറിജിനലാണ്. കണ്ണാടി ഒരു കാണിക്കണം. പ്രചോദിയേട്ടനെ പോലും ഞങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞ വിശ്വസിച്ചു. അല്ല, ഈ ചോദിച്ചവനുണ്ടല്ലോ, അവൻ എൻജി സുകുമാറിന്റെ ഡൂപ്പായിട്ട് നടക്കണത്. ടിനിച്ചേട്ടാ, ഈ അപരന്മാരുടെ സംസ്ഥാന സമ്മേളനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ടിനിച്ചേട്ടൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് അപരന്മാർ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്റ്റാർസിനെ കാണുന്നതിനേക്കാൾ ആവേശത്തിലാണ് അവരെ പോലെ ഇരിക്കുന്നവരെ കണ്ടാൽ നമുക്ക് കൂടുതൽ എക്സൈറ്റഡ് ആവും. അതെ. പക്ഷെ ആ ഒരു ട്രാക്ക് പിന്തുടരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലോകത്ത് ഒന്നേ ഉള്ളൂ, മാത്തുക്കുട്ടി ഒരെണ്ണുള്ളൂ. അത് അനുകരിക്കുന്നവർ വേറൊരു മാത്തുക്കുട്ടി ഉണ്ടാവില്ല. പ്രചോദം ഒരെണ്ണുള്ളൂ. ഇപ്പൊ പ്രചോദന്റെ ഡൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫോമൻസിന് വരാം, പക്ഷെ അതൊരു സ്ഥിരം പരിപാടിയാക്കി, അതായത് അത് അങ്ങനെയായിട്ട് ജീവിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. താൽക്കാലികമായിട്ട് നമുക്കൊരു രസത്തിന് അങ്ങനെ ആവാം. അങ്ങനെ അതാണ് നമ്മൾ ചെയ്യുന്ന മിമിക്രി എന്ന് പറയുന്നത്. അപ്പൊ അപരന്മാരുടെ വേദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടിനിച്ചേട്ടൻ പറഞ്ഞത്. അതിന് പ്രത്യേക കൈയടി കൊടുക്കേണ്ടത്. എനിക്ക് ടിനിച്ചേട്ടൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അടുത്ത് നിൽക്കാൻ തോന്നുന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് പൊക്കെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇനി കുളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനൊക്കെ പറയാം. ഞാനും ടിനിച്ചേട്ടാ, ഈ പൊക്കം കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? പൊക്കം ഞാൻ മഹാരാജ് കോളേജിന്റെ മതിലടിക്കണ കാര്യം എനിക്കറിയാം. ഈ പൊക്കം ഉള്ളത് കൊണ്ട് മാത്രം ചാടാൻ പറ്റിയതാണ്. അല്ല, ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 10ാം ക്ലാസ് വരെ എനിക്ക് വളരെ പൊക്കം കുറവായിരുന്നു. എന്താണ് ഇത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണം ഒന്നേ ഉള്ളൂ, വഴിയെ പോകുന്ന ഏണിയെല്ലാം ഇങ്ങനെ പലിച്ചു പിടിക്കാം. അല്ല ടിനി? അല്ല, എന്താന്നിട്ട് ഈ 6 അടിയിൽ കൂടുതൽ പൊക്കമുള്ളവർക്ക് കുറച്ച് ബുദ്ധി കുറവുണ്ടാവും എന്നുള്ളൊരു ഇതുണ്ട്. അതുണ്ടല്ലോ. പിന്നെ അല്ല, നമ്മള് ടിനെ കാണുമ്പോ നമ്മളിപ്പോ ആദ്യമായി അപരന്മാരെ കാണുന്നതില് സ്ഫടികം എന്ന് പറയുന്നതിൽ ലാലേട്ടനെ അനുകരിച്ച് ഏറ്റവും അധികം കയ്യടി വാങ്ങിച്ച ആളാണ്. ഞാൻ UC കോളേജിൽ പഠിക്കുന്ന സമയത്ത് ടിനിച്ചേട്ടന് ഗസ്റ്റ് ആയിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ടിനിച്ചേട്ടൻ വന്ന് കയ്യടി മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് എങ്ങനെ അസൂയോട് കൂടിയിട്ട് ഞാനൊക്കെ നോക്കിയിരുന്നു. അല്ല, സ്ഫടികത്തിന്റെ ഒരു സംഭവം ഇതുപോലെ ഉണ്ടായി. ആദ്യമായിട്ട് ഞാൻ സ്റ്റേജിൽ സ്ഫടികം ചെയ്യുമ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ ഇങ്ങനെ ഈ കയറുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ച് നോക്കിയപ്പോ ലാലേട്ടന്റെ ഇതുപോലെ തന്നെ ചുവന്ന ഷർട്ട്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കറക്റ്റ് ഫിഗറാ. മണിച്ചേട്ടൻ ഉണ്ടെന്ന് സ്റ്റേജിൽ, കൊച്ചിൻ ഗിന്നസിന്റെ പ്രോഗ്രാമാ. അപ്പൊ അടുത്തോമ റിലീസായിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോഴും ഭയങ്കര കൈയടിച്ചോടുകൂടി ഞാൻ ഡയലോഗ് മറന്നുപോയി. ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോഴേ എന്റെ കാലിന് വണ്ണം കുറവാ, ഞാൻ ക്ഷീണിച്ച മനുഷ്യനായിരുന്നു. അപ്പൊ ഒരു ഫ്രണ്ടിൽ ഇത് പോളിയോ വന്ന മോഹൻലാലാന്ന് ചോദിച്ചു. ഞാൻ കൊറേ നേരം ഇങ്ങനെയാണ്. അപ്പൊ മണിച്ചേട്ടൻ അവിടെ നിന്ന് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പുലി വന്ന പോലെ വന്നിട്ട് എലി വന്ന പോലെ പോയിരുന്നു കൂടി ആൾക്കാര്. അല്ല, എനിക്ക് അങ്ങനെ ഇത് കാണിക്കുമ്പോഴൊക്കെ സുരേഷ് ഗോപിയെ വളരെ നന്നായിട്ട് ഇത് ചെയ്യുന്നു. ആ പാട്ട്, മറ്റേ സാധനങ്ങൾ, ചിത്രഗീതം. അങ്ങനെ ചിത്രഗീതം നമ്മുടെ NSSന്റെ പരിപാടിയായിരുന്നു, ചങ്ങനാശ്ശേരിയിൽ നാസികയുടെ പരിപാടിയായിരുന്നു. അവിടെ സാക്ഷാൽ സുരേഷ് ഗോപി വന്ന് കേറിയപ്പോ ലോകത്ത് ഇത്ര എക്സ്പ്രഷൻ ടിനി സിനിമയെ പോലും ഇട്ടിട്ടില്ല. അല്ല, അന്ന് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ സിനിമാ താരങ്ങളെ കണ്ടിട്ടില്ല. സുരേഷ് ഗോപിയൊക്കെ എത്രയോ അകലെയാണ്. അപ്പൊ നമ്മൾ സ്റ്റേജിൽ അദ്ദേഹത്തിനെ അനുകരിച്ച് മലരമ്പൻ തഴുകുന്ന കിളിമകൾ അതിങ്ങനെ അടിക്കണം. അപ്പൊ ഉണ്ണിയസ് നായർ എന്റെ കൂടെ ഒരു പെണ്ണായിട്ട് അഭിനയിക്കുന്നു. അപ്പൊ ഷിറ്റ് എന്ന് പറയുമ്പോൾ എന്റെ പാവാട അടിഞ്ഞു പോകും. അപ്പൊ അതാണ് കോമഡി. ഞാൻ ഈ ഷിറ്റ് എന്ന് പറയലും സൈഡിൽ ഒരാൾ ഇങ്ങനെ നിൽക്കണ്ട. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ സുരേഷ് ഗോപി തന്നെ നിൽക്കുക. മറ്റവൻ ഇങ്ങനെ തലർക്കൊക്കെ വന്നു. ഇത് ശരിക്കും സംഭവിച്ചതാണ്. കാരണം ഇത് പറഞ്ഞിട്ടില്ല, ഇത് നാദർശ ചെയ്തൊരു പരിപാടിയാണ്. ആ വഴി സുരേഷ് ചേട്ടൻ പോയപ്പോ ഒന്ന് സ്റ്റേജിൽ കയറണം എന്ന് പറഞ്ഞു. ഞാൻ ചെയ്യണ സമയത്ത് വന്ന് കയറുകയും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ടൈമിന് വന്നിട്ട് എന്റെ ഡയലോഗ് പുള്ളി പറഞ്ഞേ, സുരേഷ് ചേട്ടൻ അത് ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കും. നിന്റെ മുഖത്ത് വന്ന ഭാവങ്ങളുണ്ടല്ലോ, അതെനിക്ക് വേണം. അല്ല, അത് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. കാര്യം ഒരാളെ പ്രതീക്ഷിക്കാതെ അനുകൂലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇതൊക്കെ എടുക്കുന്ന പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ എക്സ്പ്രഷൻ എല്ലാം മുഖത്ത് വന്നു അല്ലേ ടിനി? അത് സ്റ്റേജിൽ നമ്മൾ സാധാരണ മാട്ട അടിച്ചു കിടക്കുന്ന സമയത്ത് ഒറിജിനൽ ആളൊന്ന് നിൽക്കാന്ന് പറഞ്ഞാല് മാട്ടാനൊന്നും പറയല്ലേ. ഇവിടെ വേറെ ഒക്കെ പറഞ്ഞ് കയറ്റി വെച്ചിരിക്കുക, അങ്ങനൊന്നും പറയല്ലോ. അല്ല, നമ്മളന്ന് ഈ ഗാനങ്ങളുടെ ഇടയ്ക്കൊക്കെ മ്യൂസിക് കളിച്ചു നടക്കുന്ന സമയത്ത് ഇതുപോലൊരു വ്യക്തിയുടെ സാമീപ്യം നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇപ്പോൾ അപരന്മാരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും വരാൻ രസമുള്ള ഒരാൾ കൂടിയാണ് ടിനിച്ചേട്ടൻ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. പക്ഷെ അതിന് മുൻപ് ടിനിച്ചേട്ടാ, ഈ പഴയ മഹാരാജ് കഥകളൊക്കെ കുറെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പണ്ട്. അല്ല, ഞാൻ ആ കഥ പറയാനല്ല, ഞാൻ ഒരു പടത്തിന്റെ പ്രൊമോഷനും കൂടിയാണ് വന്നത് ഇവിടെ. പക്ഷെ അത് ചോദിച്ചില്ലത്. അതിലേക്ക് വരുന്നേ ഉള്ളൂ. നമ്മൾ അതിലേക്ക് വരികയാണ്. അപ്പൊ എല്ലാവരും വന്നിട്ട് ഇതെന്താണ് പുതിയ പടത്തിന്റെ ഗെറ്റപ്പാണെന്നൊക്കെ ചോദിക്കൂലേ. ഇത് പടം ഇല്ലാത്തതിന്റെ ഗെറ്റപ്പാണ്. പുതിയ പടം ഇല്ലാത്തതിന്റെ ഒരു ഗെറ്റപ്പാണ്. പക്ഷെ എന്തായാലും ഒരു പടം ഇറങ്ങുന്നുണ്ട്.
അപ്പൊ ഇത്രയും പേര് തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിജയിക്കും അല്ലെ? ഈ കണ്ടുകൊണ്ടിരിക്കുന്നവര്, ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല പറഞ്ഞത്, അതല്ലേ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാം. അത് ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ സുരേഷേന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അത് കണക്ട് ചെയ്യാണ്. ജോഷി സാറിന്റെ സിനിമയിൽ പാപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് തിയേറ്ററിലേക്ക് വരുമ്പോൾ കാണാൻ വരണം എന്നുകൂടി എന്റെ മാർക്കറ്റിംഗും കൂടി നടത്താനാണ് വന്നത്. യെസ്, പാപ്പൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. കാരണം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളാണ്, ആർ ജി ഷാനാണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെ അതെ, അതും എനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നു. എന്താണ് ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാപ്പനല്ലേ? അത് ക്യാരക്ടർ പറയാൻ പറ്റില്ല. ഒരു കാര്യം പറയാം, സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു പോലീസുകാരൻ ജോഷി സാറിന്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നു. ഇതെനിക്ക് തോന്നുന്നു ടിനിച്ചേട്ടനൊക്കെ എത്രയോ കാലം മനസ്സിൽ അല്ല, ഞാൻ ചാൻസ് ചോദിച്ചിട്ടുള്ളത് വളരെ കുറച്ച് ഡയറക്ടേഴ്സ്. അഹങ്കാരം കൊണ്ടല്ല കേട്ടോ. ഇപ്പൊ മാത്തുക്കുട്ടി ഡയറക്ടറാണ്, ഞാൻ ശല്യമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ നമ്മളെ കാണുമ്പോൾ ശല്യമായിട്ട് കാണും, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എനിക്ക് ചമ്മൽ കൊണ്ടാണ്, അഹങ്കാരം കൊണ്ടല്ല. അങ്ങനെ ചാൻസ് ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജിയുടെ പടമൊക്കെ കഴിഞ്ഞപ്പോൾ സുരേഷ് ഏട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ജോഷി സാറിന്റെ പടത്തിൽ അഭിനയിക്കണം, അപ്പോഴാണ് അത് പൂർത്തിയാവുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ജോഷി സാറിന്റെ വീട്ടിൽ പോയി ചാൻസ് ചോദിച്ചു. സാറ് എന്നെ വിളിച്ച സമയത്ത് റൺ ബേബി റണ്ണിൽ നല്ലൊരു ക്യാരക്ടർ ഉണ്ട് കേട്ടോ, അതാരെ ചെയ്തതെന്ന് പറയുന്നില്ല. ഞാൻ ധർമ്മസങ്കടത്തിലായി പോയി. ഞാൻ ഏതോ ചെറിയൊരു പടം ലോൺ അടക്കണ്ടേ, അപ്പൊ ആദ്യം തന്നെ പടം നമുക്ക് കമ്മിറ്റ് ചെയ്തു പോയി. ഒരു ദിവസത്തിന്റെ ഇതിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. ജോഷി സാറ് കാണുമ്പോൾ എപ്പോഴും എന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു. പിന്നീട് ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി മിസ്സായി. അത് കമൽ സാറിന്റെ പടമാണ്. ഇതൊക്കെ ആഗ്രഹിച്ചതാണ് നമ്മൾ ചെയ്യണമെന്ന്. സെല്ലുലോയിഡ് എന്ന് പറയുന്ന ചിത്രത്തിൽ രാജുവിന്റെ ഒപ്പമായിരുന്നു. അത് ഇന്ത്യൻ റുപ്പി ചെയ്തതിന് ശേഷമാണ്. അതിന്റെ ഒരു സുഹൃത്ത് തന്നെയാണ് ആ വേഷം ചെയ്തത്. പക്ഷെ ആ വേഷം അതിൽ ചെറുതായി പോയി. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരൊപ്പം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ആഗ്രഹത്തിൽ വീണ്ടും ഞാൻ നിന്നെ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ പടത്തിൽ വിളിക്കുന്നത്. അത് ആർ ജെ ഷാന എൻ്റെ അടുത്ത ആളായതുകൊണ്ട് എന്താ ക്യാരക്ടർ എന്നൊക്കെ ചോദിക്കാം. സിനിമ ചെയ്യുമ്പോൾ നമ്മൾ പല ഡയറക്ടേഴ്സിൻ്റെ, ഇപ്പം നിങ്ങളൊരു ഡയറക്ടറാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാ ടെക്നിക്കൽ സൈഡും. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഫ്രീഡം കൊടുക്കുമായിരിക്കും, ഒരു സ്പേസ് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അല്ലേ. പിന്നെ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട്, ഇതങ്ങനെയല്ല. ഒരു ഇരട്ട ലൈനിൽ മലയാളം എഴുതൂലേ, അല്ലെങ്കിൽ 4 ലൈനിൽ ഇംഗ്ലീഷ് എഴുതൂലേ. ഇവിടെ വന്ന് ഈ ലൈറ്റിനെ നിന്ന് വേണം ആ ആളുടെ പേര് പറയാനുള്ള ഒരു ഗ്രാമർ ഉണ്ട്. അതിൽ നമ്മൾ വേർത്തുപോയി. ഇപ്പൊ അപരന്മാരുടെ സംസ്ഥാന സമ്മേളനം ആയതുകൊണ്ട് നമുക്ക് പറയാം, ആർക്കും ഇന്നേ വരെ ജോഷി സാറിനെ അനുകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം അദ്ദേഹം ഇന്നേ വരെ ഒരു മീഡിയയിലോ ഒരു പ്രോഗ്രാമിലോ വന്നിട്ട് ഒരു പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ. അദ്ദേഹത്തിന് പറയാനുള്ളത് 100 സിനിമകളിലൂടെ അതും പറഞ്ഞു കഴിഞ്ഞു. അത് എന്താണെന്ന് നമുക്കറിയാം. പ്രസംഗത്തിലല്ല, പ്രവൃത്തിയിൽ കാണിക്കുന്ന ആളാ. അത് നമുക്ക് എല്ലാവർക്കും അനുകരിക്കുന്നതാണ്. പക്ഷെ നമുക്ക് നമ്മുടെ അരിമുട്ടും. പക്ഷെ പിന്നെ തന്നെയല്ല, ആർ ജെ മാത്തുക്കുട്ടി പറഞ്ഞ പോലെ അതിൽ ഒരാളെ നമ്മൾ വിട്ടുപോയി. നമ്മുടെ നൈല ആർ ജെ ആണ്. നൈല അതിനകത്ത് പ്രധാനപ്പെട്ട വേഷം. നായികയാണോ നൈല? കുറെ നായികമാരുണ്ട് അതില്. നീതാ പിള്ളയുണ്ട്, എബ്രിഡ്ഷൈന്റെ പൂമരത്തിലുണ്ടായിരുന്നു. അപ്പൊ പ്രൊമോഷൻ ഇത്ര മതിയോ? ബാക്കിയുള്ള കാര്യങ്ങൾ മതി. അപ്പൊ ഇനി നമുക്ക് മഹാരാജ് കോളേജിലേക്ക് വരാം. മഹാരാജ് കോളേജ് വന്നിട്ട് മഹാരാജ് കോളേജിലെ ഞാൻ ചോദിക്കുവാണെങ്കിൽ അമൽ നീരദിന്റെ ഇന്നൊക്കെ ഇടി മേടിച്ചുള്ള ഒരാളാണ് നേരിട്ടുണ്ട്. ശരിയാണോ? ആര് പറഞ്ഞാണ്? ശരിയാണോ? മഹാരാജ് തന്നെയുള്ള കേട്ട് കേൾവിയാണ്. അപ്പൊ അമൽ നീരദ് എന്ന് പറയുന്ന ഒരു ഭീഷ്മ പർവ്വമാണല്ലോ. ഇടി കൊള്ളാൻ നമ്മൾ നിൽക്കില്ല, അപ്പോഴേ ഓടും അല്ലേ? അല്ല, കൊള്ളാത്തതല്ല. നമ്മളൊരു കലാകാരനായതുകൊണ്ട് നമ്മളോട് എപ്പോഴും സോഫ്റ്റ് കോർണർ ഉണ്ടാവും അല്ലേ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിപ്പിക്കുന്ന ആളാണ്. അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ആൾക്കാരാണ്. പക്ഷെ അന്നുണ്ടായിരുന്ന എല്ലാവരും ഇപ്പൊ സിനിമയിൽ, ഇപ്പൊ രാജീവ് രവി, ആഷിഖ് കപൂർ, ഇവരെല്ലാം സിനിമയിലുണ്ട്. നമുക്ക് അവിടെ ചെന്ന ഒരു കസേര കിട്ടുന്നുണ്ട്. അതൊക്കെ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. എപ്പോഴെങ്കിലും അമൽ നീരദിന്റെ അടുത്ത് ചാൻസ് ചോദിച്ചിട്ടുണ്ടോ? അമൽ എന്നെ പടത്തിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്. 5 സുന്ദരികളില് ഒരു സിനിമയിൽ ഞാൻ ആഷിഖ് കപൂർ സംവിധാനം ചെയ്തത്. മറ്റേ ഈ റബ്ബർ മുഴുവൻ വെട്ടി കളഞ്ഞിട്ട് അവിടെ ഇത് ഈ കാട് മുഴുവൻ വെട്ടി കളഞ്ഞിട്ട് റബ്ബർ വെക്കുന്ന പറയുന്നത് ഭയങ്കര ബ്രില്യന്റ് ഉണ്ടോ? കാരണം എന്നെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കാന്ന് വെച്ചാലേ അല്ല, ആ കോട്ടയംകാരനെ എനിക്ക് കിട്ടിയായിരുന്നു. നമ്മൾ കഥയിലേക്ക് വരാം. എന്നിട്ട് മഹാരാജ് കോളേജിൽ എങ്ങനെയാണ് ഈ അടിയിൽ നിന്നും രക്ഷപ്പെട്ട കഥ എങ്ങനെയാണെന്ന് എനിക്കറിയണം. ഇത്രയും നീണ്ടു നിവർന്ന ഒരു മനുഷ്യൻ പണ്ട് ഓടിയിട്ടുണ്ടെന്ന് കേൾക്കുന്ന ഒരു രസമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ടാ ഓടിയിട്ടൊന്നുമില്ല. എന്റെ അടുത്ത് വന്ന് പറഞ്ഞ് അടിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്, അപ്പൊ ചാടിക്കുമെന്ന് പറഞ്ഞു മുതലേ. ഞാൻ ചാടി ചെല്ലണത് ലേഡീസ് ഹോസ്റ്റലാ. അവിടുന്ന് വീണ്ടും അടി കിട്ടും, ഇതിനേക്കാൾ വലിയ അടി കിട്ടും. ലേഡീസ് ഹോസ്റ്റലാണ് ചാടിക്കുന്നത്. അവിടുന്ന് ചാടുന്നത് ഡർബാർ ഹോൾ ഗ്രൗണ്ടിന്റെ റോട്ടിലേക്കാ. ഞാൻ അവിടെ നിൽക്കുമ്പോ വേറൊരു പാട്ടുകാരൻ ചാടി വന്നേക്കണ്, എന്റെ അതേ പ്രസ്ഥാനത്തിലുള്ളത് ബിജു നാരായണൻ. അല്ല, എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഈ അപരൻ എന്ന് പറയുമ്പോഴാണ് മമ്മൂക്ക ഏറ്റവും അധികം ടിനിനെ പറഞ്ഞത് എന്റെ ശരീരം ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്കയുടെ ഒരുപാട് സിനിമകൾ ഡ്യൂപ്പായിട്ട് ചെയ്തത്. അവിടെ നിന്നാണ് പിന്നെ ബാക്കിയുള്ള സിനിമകൾ, പ്രാഞ്ചിയേട്ടൻ, അതുപോലെ ഇന്ത്യൻ റുപ്പി, അങ്ങനെയുള്ള നല്ല നല്ല വേഷങ്ങൾ കിട്ടിയത്. പട്ടണത്തിൽ ഭൂതം എന്ന് പറയുന്ന പടത്തില് അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് അങ്ങനെ നിൽക്കാണ്. പുള്ളി മെയിൻ ക്യാരക്ടറുമായി ഞാൻ ഭൂതമായിട്ട് നിൽക്കും. അപ്പൊ സുരാജ് അടുത്ത് നിൽപ്പുണ്ട്. അപ്പൊ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് മമ്മൂക്കയുടെ നേരെയുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഫോട്ടോ വെച്ചില്ല ആളൊക്കെ കൂടി ടീനിറ്റും മമ്മൂക്കേനും വലിയ റോളാണ് ചെയ്യണത്. കാരണം പുള്ളി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ കൂടിയപ്പോ ഈ സുരാജ് വന്നിട്ട് പറഞ്ഞു, അതെ ഇവൻ ഡൂപ്പായിട്ട് അഭിനയിക്കുന്നത്, ആൾക്കാരൊക്കെ പോയി പോകണമെന്ന്. അല്ല, അതൊരു ഭാഗ്യമാണ്. കാരണം അദ്ദേഹത്തിനോടൊപ്പം ഇത്രയും ക്ലോസ് ആയിട്ട് നിന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. എന്റെ അടുത്ത് 2 കാര്യമാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. ഒന്ന്, വീട്ടിലേക്ക് കാലെടുത്ത് നോക്കുമ്പോൾ നീ
സിനിമാ നടനല്ല, ഒരു ഗൃഹനാഥനാവണമെന്ന്. അതൊരു നല്ല ക്ലാസ്സാണ്. പിന്നെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരീരം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പല വഴികളും ഉണ്ടാവും. നമ്മളിപ്പോൾ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ പല എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടാവും. പക്ഷെ അതൊക്കെ നോ എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഒരു ശരീരം കൊണ്ടു നടക്കാൻ പറ്റിയാൽ ഒരു നടന് സാധിക്കുകയുള്ളൂ. ശരീരവും ഉറപ്പായിട്ടും അത് ഏറ്റവും വലിയൊരു ക്ലാസ്സാണ് എനിക്കത് തന്നത്. ലാലേട്ടനോടൊപ്പം ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ സിനിമയിൽ 6 മാസം നടന്നപ്പോൾ 100% ഡെഡിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. കാരണം ഒരു ഗ്ലാസ് ചായ കുടിക്കുമ്പോൾ 100% അതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. അവിടെ പുള്ളി വേറെ ഒന്നും നോക്കൂല. അപ്പൊ കാശൊക്കെ ഇവരെ പിന്നാലെ വന്നതാണ്. പണിയാണ് ഇവർ ആദ്യം ചെയ്യുന്നത്. സുരേഷ് ചേട്ടൻ്റെ ഒപ്പം നടന്നപ്പോഴാണ് യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാകുന്നത്. നല്ല നടനായിട്ട് കാര്യമില്ല, നല്ല മനുഷ്യനായിരിക്കണം. അങ്ങനെ 3 ടെക്സ്റ്റ് ബുക്കാണിത്. അപ്പൊ സുരേഷ് ചേട്ടൻ കാണിച്ചു തന്നത് സ്നേഹം എന്താണെന്നാണ്. അവര് ഒരെണ്ണം ജീവിതം എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു, ഒരാള് ജോലി എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തന്നു. അപ്പൊ ഇത് 3 എന്റെ മനസ്സിലുണ്ട്. ടിനിച്ചേട്ടൻ ഭയങ്കര ഉഗ്രനായിട്ട് സ്കിറ്റ് ചെയ്യുന്ന ആളാണ്, ഉഗ്രനായിട്ട് മിമിക്രി ചെയ്യുന്ന ആളാണ്. എനിക്ക് പരിമിതികളുണ്ട്, അതിൽ കലക്കനായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഇതിനപ്പുറത്തേക്ക് ടിനിച്ചേട്ടൻ പാട്ട് പാടുന്ന ഒരാളാണ് എന്ന് കൂടി പറഞ്ഞാൽ. ശരിക്കും ഞാൻ കലാപരിപാടി തുടങ്ങിയത് പാട്ടിലാണ്. അത് പുറത്ത് കുറച്ച് പേർക്ക് അറിയാം, വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ. അത് ശരിക്കും ഹോട്ടൽ ബാൻഡിൽ പാടിക്കൊണ്ടിരുന്നു. ഇംഗ്ലീഷാണ് പാടിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഒറ്റ മോനാണ്, ഒരു സിസ്റ്റർ ഉള്ളൂ. അവള് പഠിച്ച് ഡോക്ടറൊക്കെ ആയി. ഞാൻ ഇങ്ങനെ രാത്രി കാലങ്ങളിൽ നടക്കുമ്പോൾ എൻ്റെ അമ്മക്ക് വിഷമമായിരുന്നു. അപ്പൊ അത് നിർത്തിയിട്ടാണ് ഇപ്പോ അതിൽ മിമിക്രിയിലേക്ക് കിടന്നു. അതുകൊണ്ട് കലരംഗം വിടില്ല, ഇല്ല കലരംഗം വിടില്ല. പക്ഷെ അത് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ കാണുമ്പോൾ പാടാൻ പറയുമായിരുന്നു. അങ്ങനെ ഒരു ഹോട്ടലിൽ പാടി, അത് പത്രത്തിൽ വന്നു, മനോരമ പത്രത്തിൽ വന്ന്. അങ്ങനെ ഒരു ബാൻഡിലേക്ക് വിളിച്ചു. ഇപ്പോൾ ക്ലേസീസ് എന്നും പറഞ്ഞ ഇൻഫോ പാർക്കിൽ ഒരു വലിയ ബാൻഡ് ഉണ്ട്. അവരവിടെ തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് പത്രത്തിൽ. ആഴ്ചയിൽ 5 ദിവസം അവർ പാടിക്കൊണ്ടിരിക്കും അവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട്. കാലത്ത് 9 മണി വരെ, വൈകിട്ട് 5 മണി വരെ. ഇത് ജോലിയാണ്. 50% ഇംഗ്ലീഷാണ്, പിന്നെ ഹിന്ദി, മലയാളം, തമിഴ് എല്ലാം ഉണ്ടായിരുന്നു. ഒരു മൾട്ടി ലിംഗ്വൽ. പാട്ട് പാടിയാലോ? ഞാൻ കൂടുതലും 70s 80s പാട്ടാണ്. പ്രായം വെച്ചിട്ടല്ലോ. പഴയ പാട്ടാകുമ്പോ പിന്നെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അധികം ആൾക്കാർ അറിയില്ല. അതുകൊണ്ടല്ലേ? അല്ല, എൽവിസ് പ്രസ്ലിനെ എല്ലാവർക്കും അറിയാം. അത് ഈ പാട്ട് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ലവ് സോങ് ആണ്, ഫാളിംഗ് ഇൻ ലവ് എന്ന് പറഞ്ഞിട്ട്. Wise man say only fools rush in, but I can't help falling in love with you. Would it be a sin? But I can't help falling in love with you. ഇനി പറഞ്ഞ കാശാലം. പിന്നെ നിങ്ങളുടെ പാട്ട് ഇത് പലയിടത്തും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും മനോഹരമായി ഇന്ന് പാടിക്കൊണ്ട് ഒരു പ്രത്യേക ഒരു കൈയ്യടി. അല്ല, അർത്ഥവത്തായിട്ട് എന്ത് പ്രചോദനം? ഇന്നാണ് എനിക്ക് അർത്ഥം മനസ്സിലായത്. ഇത്ര കാര്യം മറ്റൊക്കെ നമ്മള് ദൂരെ കാണാറുള്ളൂ. ഇത് എങ്ങനെയാണെന്നുള്ളത്. എവിടെ കേട്ട് പരിചയമുള്ള യൂസഫാണോ? ഞാനല്ല, ഞാനിവിടെ ഉണ്ട്. തിനിയുണ്ടല്ലോ. പിന്നെ ഈ പ്രപഞ്ചം ഇയാണ് അതിന്റെ ആള്. നമ്മളെല്ലാവരും ഉണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കറണ്ട് കാശി ഈമാരി കൂടിയേക്കണ സമയത്ത് ഈമാരി ബൾബ് കത്തിച്ചിട്ടേക്കണ എന്താ അനീതിയാണ് മോനെ കാണിച്ചേക്കണേ? നമ്മുടെ പരിപാടി നടക്കല്ലേ, അപ്പൊ പരിപാടി കൊഴുക്കണമെങ്കിൽ കുറച്ച് വെട്ടവും വിളിച്ചൊക്കെ വേണ്ട. ഇവിടെ ഈ അപരന്മാരുടെ സംസ്ഥാന സമ്മേളനം നടക്കാന്ന് പറഞ്ഞു. പുറത്ത് നിന്നപ്പോ ഇവിടെ അപരന്മാരെ കുറെ പേരെ കണ്ടുപോനെ. കലാഭമണി പോണ്, ജയം പോണ്, അങ്ങനെ നസീർ പോണ്, അങ്ങനെ ഒരുപാട് ആൾക്കാർ പോണ്. അപരന്മാരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കല്ലേ നമ്മുടെ കയറിയപ്പോഴാണ് ഇവിടെ ഈ പ്രചോദന്റെ അപരം നിക്കണേ. പ്രചോദന്റെ അപരനല്ലേ? പക്ഷെ നിന്റെ കിറി ശരിയായില്ല കേട്ടാ. അവന്റെ ഒറിജിനൽ കിറി അല്ലത്, കിറി മാറിപ്പോയി. ബാക്കിയെല്ലാം കറക്റ്റാ. നീ ഒറിജിനലാണോ മോനെ യൂസഫ്? ഇത് ഒറിജിനലാണോ? അത് ഒറിജിനലാണ്. എന്നാ ഇത് ഒറിജിനലാണോന്ന് താത്താക്ക് അങ്ങനെ പറയാൻ പറ്റൂല. അതുകൊണ്ട് താത്ത ഒരു ടെസ്റ്റ് നടത്തും. നീ ഹരിമുരളീരവം എന്നുള്ള പാട്ടില്ലേ, അതിന്റെ 2 വരി ഒന്ന് പാടിയേ. അത്രയൊന്നും വേണ്ട, അത്രയ്ക്കുള്ള ആവതില്ല. നീ ഹരിമുരളീരവം ഹരിത മതി. നീ പ്രചോദനം തന്നെയാ. ഇവനാണ് ഈ ഹരിമുരളീരവം 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞ ആള്. അത്രയ്ക്ക് സ്പീഡാ അവര്.
ഇത് മാത്തുക്കുട്ടിയുടെ ഡൂപ്പല്ലേ? അതെ 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 അല്ല ഞാൻ ഒറിജിനൽ ഒറിജിനൽ ആ ശരിക്കും പക്ഷെ താടി കൊണ്ട് ഒത്തു, പക്ഷെ സ്വരം കൊണ്ടൊക്കെ ഉള്ളല്ലോ നീ മാത്തുക്കുട്ടി. ഒറിജിനൽ ആണ് ഒറിജിനലാണ്. പിന്നെ? ഇവൻ ഞാൻ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തു എന്താ ഇവനൊരു ടെസ്റ്റ് കൊടുക്കട്ടെ? കൊടുത്തോ? ആ മോനെ ഒരു പാട്ടിട്ട് അവനെ ഒരു ഡാൻസ് കളിക്ക്. ഡാൻസ് ഞാൻ കളിക്കൂല. എങ്ങനെ? ഡാൻസ് ഞാൻ കളിക്കൂല. അപ്പൊ നീ മാത്തുക്കുട്ടി തന്നെയാ. ഡാൻസ് കളിക്കൂല. അതെങ്ങനെയാണ്? കേരളത്തില് ഡാൻസ് കളിക്കാത്ത രണ്ടാൾക്കാരുള്ളൂ. ആരൊക്കെയാണ്? അതിനകത്ത് ഒരെണ്ണം മാത്തുക്കുട്ടി, മാത്തുക്കുട്ടി. രണ്ടാമത്തെ ആള് പേര് പറ. അത് ഞാൻ പറയൂല. എന്താണ്? അത് ഞാൻ പറയൂല. എന്തത്? വീട്ടിൽ നിന്ന് പാറ്റേനെ കൊണ്ടുവന്ന് എന്റെ കഞ്ഞിൽ തന്നെ ഇടേണ്ട ആവശ്യമില്ല. അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. നീ തന്നെ ആൻസർ കണ്ടുപിടിച്ചോ. മനസ്സിലായി മനസ്സിലായി. കുഴപ്പമില്ല. ഞങ്ങൾ ഒരുമിച്ച് വന്ന വന്നെ, പക്ഷെ വീരാനിക്കാൻ ഇടയ്ക്ക് വെച്ച് പോലീസ് കൊണ്ടുപോയി. വീരാനൊക്കെ അവിടെ പോയി. പോലീസ് കൊണ്ടുപോയി. പോലീസ് കൊണ്ടുപോയി. ആ. അയ്യോ എന്ത് പറ്റിയേ? ഈ മാസ്ക് വെക്കാത്തതിന് ഇപ്പൊ പോലീസ് പിടിക്കൂലോ. അങ്ങനെ വീരാനിക്ക മാസ്ക് വെക്കാത്ത കാരണം 1500 രൂപ പേ അടിച്ചു. ഒന്ന് പോയിത്താ. എന്തി ആകെ മാസ്ക് വെക്കാത്ത 500 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ പറയട്ടെ അവനെ. പുള്ളി ഇവിടെ വന്നപ്പോ മണിയിൽ ചായക്കടയിൽ ചെന്നിട്ടേ അവിടെ ചായ കുടിക്കാനായിട്ട് അവിടെ പുള്ളി ഇറങ്ങിയ സമയത്ത് പോലീസ് വണ്ടി കൊണ്ട് ചവിട്ടി നിർത്തി. കല്ലെടുത്ത് മാസ്ക് എവിടാന്ന് ചോദിച്ചു. അപ്പോഴാണ് പുള്ളി മാസ്ക് വെച്ചിട്ടില്ലല്ലോ. അപ്പൊ തന്നെ പുള്ളി ഉടുമുണ്ട് പൊക്കിട്ട് ഇങ്ങനെ മാസ്ക് പോലെ അപ്പൊ മാസ്ക് വെക്കാത്തതിന് 500 രൂപ പിഴ കൊടുത്തു. അതെ. പിന്നെ 1000 രൂപ ബാക്കിയുണ്ട്. പോലീസിനെ മുണ്ട് നോക്കി കാണിച്ചതിന് ബാക്കി 500 രൂപ. ബാക്കി 500 രൂപ എവിടെ? അല്ല എന്നാലും 500 1500 രൂപ കൊടുക്കണ എന്തിനാ? പൊന്നു മോനെ, പുള്ളി അബദ്ധവശാൽ ഇട്ടായിരുന്നു കറുത്ത അണ്ടർവെയറായിരുന്നു. പോലീസിനെ കരിക്കൊടി കളിച്ചെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പിടിച്ചിട്ട് പോയി അവനെ. അതിന് 1500 500 രൂപ വേഗം കൊടുത്തു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കണക്കൊത്താ. ഇപ്പോഴാണ് 1500 കണക്ക് നമുക്ക്. കണക്കിന് മിടുക്കനാണല്ലേ. ഇവിടെയൊക്കെ നിൽക്കേണ്ട ആളല്ല. നീ ഫ്ലവേഴ്സിൽ നിൽക്കേണ്ട ആളാ. അല്ല ഞാൻ ചോദിച്ചിട്ടേ, ഈ വീരാൻഖാനെ ഇത്ത കണ്ടുമുട്ടിയത് എങ്ങനെയാണ് ശരി? അല്ല, അതൊരു വലിയ കഥയാണ്. അത് ശ്രീകണ്ഠൻ നായർ കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അടുത്ത സംസ്ഥാന സമ്മേളനം ആക്കി കളയും. വലിയ കഥയാണ് വരെ. കേട്ടെ. പണ്ട് നമുക്കൊരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വാപ്പാടെ ചായക്കടയാണ്. അപ്പൊ വാപ്പ ഉമ്മയും അന്ന് നമുക്ക് മധുര പൈനയാ. വാപ്പ ഉമ്മയും കല്യാണത്തിന് പോയപ്പോ നമ്മുടെ അടുത്ത് പറഞ്ഞു, എടി ആ ചായക്കടയൊന്ന് നോക്കിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചായക്കടയിൽ ഇരിക്കുന്ന സമയത്താണ് വീരാനിക്ക് എങ്ങാണ്ടെന്ന് കറങ്ങി തിരിഞ്ഞ് അവിടെ ചായ കുടിക്കാൻ വന്നേ. ഞാൻ ഒറ്റയ്ക്ക്. വീരാനിക്ക പറഞ്ഞു ഒരു ചായ എങ്ങിയാട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചായ എടുക്കാൻ എന്റെ അകത്തേക്ക് പോയി. അപ്പൊ വീരാനിക്ക ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഒരു വീഡിയോ എത്തിക്കാൻ തീ എടുത്തോ. അപ്പൊ ഞാൻ സമോറയിൽ ഒരു കൊള്ളി തീ എടുത്തിട്ട് തിരിയണ സമയത്ത് പുറയില് ബിരിയാണിക്ക. എന്റെ കയ്യില് തീക്കൊള്ളി. ബിരിയാണിക്കാന്റെ കയ്യില് ചുണ്ടത്ത് കാജാ വീടി. ബിരിയാണിക്കാന്റെ കണ്ണിലേക്ക് നോക്കി. ഞാൻ ബിരിയാണിക്കാന്റെ കാലിലേക്ക് നോക്കി. അടുത്ത സ്റ്റെപ്പ് എന്താന്ന് അറിയണമല്ലോ. പുള്ളിയുടെ ബീഡി ഉണ്ടല്ല, അത് ബായിന്ന് ബറച്ച് പറിച്ച് എന്റെ കാലിമേക്ക് വീണു. അപ്പൊ ഞാൻ ഇക്കാന്റെ കണ്ണിലേക്ക് നോക്കി. കണ്ണും തമ്മിൽ ഉടക്കി. എന്റെ പൊന്നു മാത്തുക്കുട്ടി, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഉണർന്നേനെ. എന്നിട്ട് ഉണർന്നില്ലേ? പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഉണർന്നേ. അപ്പൊ തന്നെ നാട്ടുകാർ പിടിച്ച് കല്യാണം കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ വിലയിലായി. സംസ്ഥാന സമ്മേളനത്തിന് പറ്റിയ കഥയാണ്. ഒരുപാട് പാട്ടുകാരൊക്കെ വന്നിരിപ്പുണ്ടല്ലോ. ടീനി ടോമൊക്കെ ഇരിക്കണാണ്ടാ. അവന്റെ താടി ശരിക്കും നരച്ചാണോ? അത് മേക്കപ്പ് ഇട്ടേക്കണ? മിഥുൻ പറഞ്ഞ പാട്ടുകാരുണ്ട്. ഈ പാട്ടുകാരെ പറ്റി ഓർത്തപ്പോഴാ ഓർത്തെ. ഈ പാട്ടുകാർക്ക് ഒരു പ്രശ്നമുണ്ടോ? മലയാള സിനിമയിലെ പാട്ടുകാർക്ക് പേരിന്റെ ഇടയിൽ ഒരു ജ അല്ലെങ്കിൽ ജി അല്ലെങ്കിൽ ജെ അങ്ങനെ ഒരു അച്ഛൻ കിടപ്പുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു അക്ഷരമുണ്ട്. ഞാൻ തെളിയിച്ചു തരാം. KJ യേശുദാസ്, MG ശ്രീകുമാർ, ജി വേണുഗോപാൽ, സുജാത, ജാനമ്മ ഡേവിഡ്, S ജാനകി, ബിജു നാരായണൻ, ജാസി ഗിഫ്റ്റ് ഇല്ലേ? ഇല്ലാത്ത എല്ലാത്തിലും ഇല്ലേ? അതാ പറഞ്ഞ ജയേന്ദ്രനുണ്ട്, P ജയേന്ദ്രൻ, M ജയേന്ദ്രൻ, എല്ലാത്തിലും ഉണ്ട്. ഞങ്ങൾ റിസർച്ച് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ അങ്ങനെ ചിത്ര ചേച്ചിയില് ജയൻ ജിയൊന്നുമില്ലല്ലോ? ചിത്ര ചേച്ചിയില് ഈ ചിത്ര പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാർ ചിത്രാജി എന്നല്ലേ വിളിക്കണേ. അതിനകത്തുണ്ടല്ലോ ജി. അങ്ങനെ 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 ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രാങ്കോലില്ല. അങ്ങനെ ഫ്രാങ്കോ അല്ല ഉണ്ടെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ജാങ്കോ ഞാൻ പെട്ടല്ല. അല്ലല്ല ഫ്രാങ്കോലില്ല. നിങ്ങൾ ആയിരിക്കും. ജിയോ വരൂല. നിങ്ങളൊരു വീഡിയോ നോക്കണ്ട. ജി ആണ്. അല്ല, നിങ്ങൾ തല്ലുപിടിക്കണ്ട. നിങ്ങളിപ്പോ രണ്ടുപേരല്ലേ ഉള്ളൂ. നിങ്ങൾ ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു ജി കൂടി വന്നേനെ. വണ്ടിത്താഴ്വരെ ഇവിടുത്തെ കിട്ടിയ ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ് 3 G. അപ്പൊ അമൃതത്തേക്ക് ഒരു നല്ല കൈ കൊടുക്കാം. നമ്മുടെ പ്രിയപ്പെട്ട സാജു കുടിയൻ.
ഇനി അമൃതത്തൊക്കെ വിട്ടിട്ട് നമ്മുടെ സാജു കുടിയായിട്ട് വരിക. സാജു കുടിയിലും ജയുണ്ടല്ലേ? സാജു കൊടിയിലും ചെയ്യുന്നുണ്ട്, പ്രചോദനം ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ പാട്ട് പാടാത്ത കൊണ്ട് മാത്തുക്കുട്ടി ജാത്തുക്കുട്ടി ഇല്ല, ആർജെ അല്ലേ? ആർജെ മാത്തുക്കുട്ടി. ശരിയാണ് ശരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആമിനത്താത്ത എന്നുള്ളത് വളരെ യാദൃശ്യമായിട്ട് എനിക്ക് കിട്ടിയൊരു സംഭവം. പണ്ട് ഞങ്ങൾ ഈ കാസറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, യൂസഫ് ഞങ്ങളൊക്കെ കൂടി കാസറ്റ് ചെയ്യുന്ന സമയത്ത് ആമിനത്താത്തയുടെ ക്യാരക്ടർ വരുമ്പോൾ അത് ചെയ്യുന്നത് അബിയിലേക്ക് പോകാനുള്ള ദുട്ടില്ല. അതുകൊണ്ട് നമ്മള് പാവപ്പെട്ടവരുടെ ആമിനത്താത്ത ജാഫ്രഡിക്കിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം റെക്കോർഡിംഗ് കഴിഞ്ഞു. ജാഫ്രഡിക്ക് ഇടുക്കിയിലേക്ക് പോയി. കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 8 മണി കഴിഞ്ഞ് ഞങ്ങൾ മിക്സ് ചെയ്യാനിരിക്കുന്ന സമയത്ത്, അന്ന് സ്പൂളാണ്, സ്പൂളിനകത്ത്. അപ്പൊ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ബേബിച്ചേട്ടൻ പറഞ്ഞു, ജാഫർ പോയോ? ജാഫർ പോയി. എന്റെ ബേബിച്ചേട്ടാ കുറച്ച് മാഞ്ഞു പോയി എന്ന് പറഞ്ഞു. അന്ന് പിന്നെ ഇത് തിരിച്ചെടുക്കാനുള്ള പരിപാടിയൊന്നുമില്ല. അപ്പൊ പിന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കയറിയിട്ട് ആമിനത്താത്ത ചെയ്ത് നോക്കി. ഈ സ്വരമായിട്ടൊന്നും മാച്ച് ചെയ്യണില്ല. ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കയറി ചെന്നിട്ട് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റബ്ബില്ലാലമീനായ തമ്പുരാനെ എന്ന് പറഞ്ഞു. അത് കറക്റ്റായി. അത് ഇന്നൊരു ആർക്കറിയില്ല ഞാനാണ് അത് ചെയ്തേക്കണത്. പിന്നെയാണ് നാദർഷയുടെ കാസറ്റിൽ ദേമാവലി കൊമ്പത്തിലൊക്കെ എന്നെ വിളിക്കുന്നതും. പിന്നെ അങ്ങനെ കുറെ കാസറ്റുകൾ ചെയ്തത്. പൊളിച്ചു സാജു കുടിയാ. എന്തായാലും ഗംഭീര പരിപാടിയായിരുന്നു. 2 തരത്തിലും കലക്കി. അതെ, ഞങ്ങളൊരു പൂ ചോദിച്ചപ്പോ പൂക്കാലമാണ് ഞങ്ങൾക്ക് തന്നത്. പൂന്തോട്ടം. അപ്പൊ ഒരു നല്ല കൈയടി. എന്തോ അപരന്മാർ എന്ന് പറയുന്ന സമയത്തെ അപരന്മാർ നഗരത്തിൽ എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, അങ്ങനെ സിനിമ തന്നെ ഉണ്ട്. അപരന്മാർ നഗരത്തിൽ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് ജയൻ സാറിന്റെ അപരനായിട്ട് വന്നൊരു സിനിമയാണ്. അത് കൂടാതെ നമ്മുടെ ജയറാമേട്ടൻ ആദ്യമായി നായകനാകുന്ന സിനിമയുടെ പേരും അപരൻ എന്ന സാക്ഷാൽ പത്മരാജന്റെ സിനിമയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ശബ്ദ അനുകരണമുണ്ട്. അത് ഈ പറയുന്ന പോലെ ഒരാളെ നമ്മളിവിടെ കൊണ്ടു നിർത്തി ഇന്നയാളെ അനുകരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതുപോലെ തന്നെ അനുകരിക്കുന്ന കേൾക്കുമ്പോൾ മുമ്പ് മാത്തുക്കുട്ടി പറയുന്ന പോലെ നമ്മൾ കഥ അറിയാതെ ഇങ്ങനെ പോവുകയാണ് കൂടെ. അപ്പൊ പ്രത്യേകിച്ച് ഗായകരെയാണെങ്കിൽ അസാധ്യമായി അനുകരിക്കുന്ന ഒരാളുണ്ട്. മിമിക്രിയിൽ നിന്നും ഒരുപാട് വേദികളിലൂടെ സഞ്ചരിക്കുന്ന ആളാണ്. പേരിന് മുമ്പിൽ ഗിന്നസ് ഉണ്ട്. പേരിന്റെ മുമ്പിലാണോ പിന്നിലാണോ അതെങ്ങനെ വേണം നമുക്ക് ചേർക്കാം? നമുക്ക് വിളിക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട അരുൺ ഗിന്നസ്. അരുണേ, ഈ സമ്മേളനത്തിനൊക്കെ അരുണിനെ കിട്ടിയ വലിയ ഭാഗ്യമാണ്. കാര്യം ഇപ്പം നിൽക്കാൻ സമയമില്ല. കോവിഡ് കഴിഞ്ഞ് സ്റ്റേജ് തുടങ്ങിയപ്പം എനിക്കൊന്ന് ആദ്യം ഷോ അരുണിന്റെ ആയിരുന്നു. എവിടെയോ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? കൊറോണയ്ക്കൊക്കെ ശേഷമുള്ള ജീവിതം, ലൈഫ് ആഫ്റ്റർ കൊറോണ നല്ലൊരു ജീവിതം തന്നെയാണ്. കാരണം കൊറോണ വന്ന പിന്നെ കുറച്ച് പ്രശ്നമായിരുന്നു. നമ്മൾ സ്റ്റേജ് പ്രോഗ്രാംസ് എല്ലാ കലാകാരന്മാർക്കും ഉള്ള പോലെ അത് തന്നെ. അതിനുശേഷം പിന്നെ പ്രോഗ്രാം ഞാൻ 1 man ഷോ ആണ് കൂടുതൽ ചെയ്യുന്നത്. ഈ സിംഗേഴ്സിന്റെ വോയിസ് ഇമിറ്റേഷൻ അതാകുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. പരിപാടിക്ക് വിളിക്കുന്ന ആൾക്കാർക്ക് ഒറ്റ ആൾക്ക് കാശ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ പരിപാടിയിലേക്ക് ഇടന്നാലോ? ആരംഭിക്കാം. ഇന്ന് പ്രത്യേകതയുണ്ട്. ഇന്നത്തെ പ്രോഗ്രാമിന് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിലേ അരുണിന്റെ ബർത്ത്ഡേ ആയ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് ഒരു ബർത്ത്ഡേ സോങ് ആയാലോ? കുഴപ്പമില്ല, പൊളിക്കല്ലേ? Happy birthday to you. Happy birthday to you. Happy birthday dear Arun Guinness. Happy birthday to you. അടിപൊളി. ഒരു വൈൻ കൊടുത്ത സാങ്കല്പിക കേക്കും ഗംഭീര പാട്ട്. ഇതാകുമ്പോ ചെലവില്ലല്ലോ അല്ലേ? ചെലവില്ലേന്നോ? ചെലവില്ല. നീ വന്നപ്പോ ഇവിടെ കാപ്പിയെ കുടിച്ചില്ലേ? അതെന്റെ നമ്മുടെ ചെലവാ അല്ലേ? പിന്നെ ഇതെന്താന്ന് വിചാരിച്ച് ഞങ്ങൾക്കുള്ള ചെലവ് എവിടെ? ഒരുപാട് സന്തോഷം. ഞങ്ങൾക്കുള്ള ചെലവ് എവിടെ? തൊട്ടു മുമ്പ് കാപ്പി കുടിച്ചില്ലായിരുന്നോ? അതെന്റെ ചെലവായിരുന്നു. ഓഹോ, ഇപ്പൊ കുടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കാപ്പി അല്ല. ശരി, നമുക്കുള്ള ചെലവാണ് നരുണ്ട വക. ഓക്കെ, കുറെ ഗായകരെയൊക്കെ നമുക്ക് കേൾക്കാം. അപ്പം നല്ല കൈയടി നിങ്ങൾ കൊടുക്കുക. അതിന് ഇവിടെ പൊളിക്കുന്നു. ഓക്കെ, പൊളിക്കാം. അപ്പോൾ ആദ്യം ഒരു ഫീമെയിൽ വോയിസിൽ തുടങ്ങാം. വാണി ജയറാമിന്റെ ശബ്ദത്തില്. ഓക്കെ ഓക്കെ, അടിപൊളി. കേൾക്കാം. പോലെ തൂകുവതാരോ
സൂപ്പർ. അറിയോ, ഈ താടിയുടെ മീശയുടെ ഉള്ളിൽ ഒരു ഫീമെയിൽ വോയിസ് വരുമ്പോഴേ അതിന്റെ ഒരു ചേരായിക ഉണ്ടല്ലോ, ആ ചേരായികയാണ് ഇതിന്റെ ഏറ്റവും രസമുള്ള കാര്യം. ഒരു പ്രത്യേക കൈയടി. താങ്ക് യു കേട്ടോ, താങ്ക് യു. ഇനിയൊരു ഹിന്ദി ഗാനം, അദ്നാൻ സാമി. तुम नाम करना दिल भर चाहत की रातों में तुम साथ नजरे चांदनी देखो जी नींद में आशिकी जाने जा मेरी याद रखना, ओ मेरी याद रखना, दिल कह रहा है दिल से, वादा करो दिल से, चाहे तुम जहाँ भी जाने जाना, मेरी याद रखना, ओ मेरी याद रखना. താങ്ക് യു. നമ്മൾ പാട്ട് ആസ്വദിക്കണോ അതോ ഈ ശബ്ദത്തിൽ പാടുന്നത് കൊണ്ട് വിസ്മയിക്കണോ എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതെ, അല്ല ഇത് നമുക്കെന്നറിയോ, നമ്മൾ അവിടെ ഇരിക്കാണ് കണ്ണടച്ചിരിക്കാം, പക്ഷെ ഇവിടെ നമുക്ക് അതും പറ്റില്ല. അതെ, ഇനി ഈ പാട്ടുകളൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം നമുക്ക് ആ പാട്ടിന്റെ കൂടെ എക്കോ അല്ലെങ്കിൽ ഡിലേ വരുമ്പോഴാണ്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് തൊണ്ട കൊണ്ട് എക്കോ ഇട്ട് ചുമ്മാ ഒരു പാട്ടൊന്ന് പാടി നോക്കുന്നത്. അപ്പൊ മൈക്കിൽ നമ്മൾ എക്കോ കട്ട് ചെയ്യും. അപ്പോഴേ ഒരു ഗാനമുണ്ട്, ഒരു വട്ടം കൂടി ഞാൻ ഓർമ്മകൾ മെയ്യുന്നു. അപ്പൊ അതിന്റെ 2 ലൈൻ എക്കോ ഇല്ലാണ്ട് പാടാം, എന്നിട്ട് എക്കോ ഇട്ടിട്ട് പാടാം. ഒരു വട്ടം കൂടി എന്നോർമകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. എക്കോ ഇല്ല, ഇനി അത് എക്കോ ഇട്ടിട്ട് എങ്ങനെ പാടാൻ നോക്കാം. ഒരു വട്ടം കൂടി എന്നോർമകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിൽ മരമൊന്നൂലുലു തൂവാൻ മോഹം. മരമൊന്നൂലുലു തൂവാൻ മോഹം. താങ്ക് യു. എല്ലാവർക്കും പഠിക്കാവുന്ന കേസുള്ളൂ. അത് ഒരു വാക്കിന്റെ 2 റിപ്പീറ്റ് വെച്ച്. ശരിക്കും ഈ പരിപാടിയുടെ പേര് അപരന്മാരുടെ സമ്മേളനം ഒന്നും അല്ലിട്ടുണ്ട്, അമാനുഷികരുടെ സംസ്ഥാന സമ്മേളനം. അത്ഭുതങ്ങളുടെയാണ്, ഒരു രക്ഷയില്ല. അത്ഭുതങ്ങളുടെ സംസ്ഥാന സമ്മേളനം. ഇനിയിപ്പോ അടുത്തതാരാണ് ചെയ്യുന്നത്? അടുത്ത എസ് ജാനകിയമ്മയുടെ പാട്ട്. താങ്ക് യു. നമുക്കേ ഈ പാട്ടുകാരോട് തന്നെ ചോദിച്ചു നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണമല്ലോ. ഒന്ന് ശബ്ദം ശരിയാക്കണം, പിന്നെ പാട്ട് ശരിയാക്കണം. ഇതെങ്ങനെ തോന്നുന്നു ശ്രീയേഷേ? ശബ്ദം ശരിയായി തന്നെ പാട്ട് പകുതി ശരിയാവൂല്ലോ. ഞാൻ പറഞ്ഞില്ല 400 കിലോ ഉള്ള അഭിപ്രായമായിരിക്കുന്നത്. 450 വലിയൊരു അഭിപ്രായമാണ്. അതെ, അത് തീർത്തും വളരെ നല്ലൊരു ഇതായിരുന്നു അത്. അല്ല, അതൊക്കെ ഒരു വലിയൊരു കഴിവാണ് അങ്ങനെ ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് തന്നെ. പ്രചോദേട്ടാ, എന്തോ ഇത് പാട്ടും പിടിക്കണം, നമ്മുടെ ഫിഗറും പിടിക്കണം, ഇതൊക്കെ വലിയ പാടുള്ള പരിപാടിയല്ലേ ഇത്? പിന്നെ ഭയങ്കര പാടുള്ള പരിപാടി. അതല്ല, ഓരോരോ തട്ടായിട്ട് എടുക്കും, ഓരോ ഗായകർ ഓരോരോ തട്ടായിട്ട്. അപ്പൊ അതിനെ സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ ഫിഗർ പിടിക്കണം, ഇതെല്ലാം നമ്മൾ നോക്കണം. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം. അതൊക്കെ പ്രചോദേട്ടന് എന്തെങ്കിലും പഠിച്ചായിരുന്നു അരുൺ? ഇല്ല, അത് അതിനുള്ള ഇത് കിട്ടിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണല്ലോ പഠിക്കാൻ പറ്റുള്ളൂ. അതെ അതെ, എന്നിൽ നിന്നും കിട്ടിയില്ലേ? ഒരുപാട് ചൊരട്ടിയായിരുന്നു. ഇനി ചെയ്യാൻ പോകുന്നത് ഏറ്റവും ശ്വാസം കൂടുതലെടുത്ത പാട്ട്. നമുക്ക് അറിയാം, ദാസേട്ടൻ ആലപിച്ച ഗംഗ, അതുപോലെ അതൊക്കെ 12 സെക്കൻഡ് ശ്വാസം വിട്ടുകൊണ്ട് പാടിയത്. ഇപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് മധുമൊഴി രാധ നിന്നെ തേടി ആ ഹമി തുടങ്ങുന്നില്ലേ, അത് കുറച്ചുകൂടെ നീട്ടി നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം, ശ്രമിച്ചു നോക്കാം. ശരി, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു ടൈമർ വെച്ചാലോ? എത്ര സെക്കൻഡ് പോകുന്നുണ്ട് നോക്കാം. അടിപൊളിയായിരിക്കും. അത് അപ്പൊ ദാസേട്ടന്റെ ഒറിജിനൽ ട്രാക്ക് ഇവിടെ ഇടും, അപ്പൊ അതിന്റെ ഒപ്പം ഞാനും പോകും. ഓക്കെ. നിന്നെ തേടി
താങ്ക് യു. 38 സെക്കൻഡ്. എനിക്ക് വയ്യ. താങ്ക് യു. അരുണേ, യെസ്. ഈ അടുത്ത കാലത്തൊന്നും അറ്റാക്ക് വരില്ല അല്ലേ? അതെ. ഇന്ന് ബർത്ത്ഡേ എന്ന് തന്നെ എങ്ങനെ നമുക്കൊരു പണിയാ. പ്രചോദേട്ടൻ നിങ്ങളൊന്ന് നോക്കിയത് അടുത്ത കാലത്ത് അറ്റാക്ക് വരുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഏതാ? പ്രചോദേട്ടൻ ഒന്ന് തേടി ഇല്ല, ഞാൻ ഇങ്ങനെ തൊണ്ട ശ്വാസം പിടിക്കാറ്, നടക്കും വെച്ച് ശ്വാസം പിടിച്ച് നടക്കുന്നു. അല്ല തേടി ഒന്ന് പറഞ്ഞു നോക്കും, ഒന്ന് നീട്ടി പറഞ്ഞു നോക്കാം, നമുക്ക് കിട്ടുമോ നോക്കാനല്ലോ. ഏതാ? നമുക്ക് അരുണിന്റെ ഏത് അറ്റം വരെ നമുക്ക് എത്താൻ പറ്റുമെന്ന് അറിയണല്ലോ. ഞാനോ? പിന്നെന്താ? ശരി, അരുൺ തുടങ്ങിയോ, ഞാൻ സപ്പോർട്ട് ചെയ്തോളാം. സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി ഉള്ളത്. പ്രചോദേട്ടൻ നമ്മൾ തരുന്ന ടാസ്ക് ആണത്. പ്രചോദേട്ടൻ ഒരു കൈയടി കൊടുത്തേ. എന്തിനാണെന്നറിയോ കൈയടി? ഇത് പാടി കഴിഞ്ഞ പിന്നെ പ്രചോദേട്ടൻ ഉണ്ടാവില്ല. നിന്നെ തേടി ആ, 14 സെക്കൻഡ് കിട്ടി. വെരി ഗുഡ്. അപ്പൊ എനിക്കും അറ്റാക്ക് വരുമെന്ന് തോന്നില്ല. പ്രചോദേട്ടാ ഞാൻ സ്നേഹം കൊണ്ടൊരു ഉപദേശം തരാം. മേലാൽ 2 ശ്വാസകോശം ഉള്ളവരോട് മത്സരിക്കാൻ നിൽക്കുക. യെസ്, എന്തായാലും ഇത് തകർത്തു പ്രചോദേട്ടാ. ഒപ്പത്തിനൊപ്പം ഒന്നും എത്തിയില്ലെങ്കിലും നിങ്ങൾക്ക് ഓടാൻ അറിയാമെന്ന് നിങ്ങൾ തെളിയിച്ചു. അതിന് ഞാൻ വിചാരിച്ചില്ല ഈ കയ്യടി മേടിക്കാൻ പ്രചോദനോട് നേരെ നിൽക്കുന്നു. അങ്ങനെ ഒരുപാട് ലിസ്റ്റുകൾ ഇനിയുമുണ്ട്. അപ്പൊ ഇനിയും വേദികളിൽ നമുക്ക് കാണാം. ഒരുപാട് വേദികളൊക്കെ കിട്ടട്ടെ. സമ്മേളനത്തിന് ശേഷം അരുണിന്റെ മാത്രമായ കുറെ സമ്മേളനങ്ങൾ എല്ലായിടത്തും നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു. എന്തായാലും ഒരേ സമയം ഒരുപാട് ഗായകരെ കൂടെ കൊണ്ടു നടക്കുന്ന അരുണിന് ഒരു ഗംഭീര കയ്യടി. ബിസിനസ്സാണ് ജീവിതത്തിൽ വലുതെന്ന് വിശ്വസിച്ച് നടക്കുന്ന പപ്പ, നൈറ്റ് പാർട്ടിയും ഡാൻസുമായി നടക്കുന്ന ഒരു മമ്മ, ആകെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഷാർജയിലെ ബോർഡിംഗ് സ്കൂളിലെ അറബി പിള്ളേരായിരുന്നു. റാസൽ ഖൈമയിലെ വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? പ്രചോദേട്ടാ, അപരന്മാരിങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇനി നമ്മുടെ ഈ വേദിയിലേക്ക് വരാൻ പോകുന്ന അപരനല്ല, നമുക്ക് എല്ലാവർക്കും അനുകരിക്കാൻ ആഗ്രഹമുള്ള ഒരു ശബ്ദമാണ്, അല്ലെങ്കിൽ അത്തരം പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു ഗായകനാണ്. അതാരാണ്? വിളിക്കട്ടെ. ഈ സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് വരുന്നു മിഥുൻ. ഞാൻ താങ്കളുടെ ഭയങ്കര ഫാനാണ് കേട്ടോ. അയ്യോ, കാര്യം ഈ സമ്മേളനത്തിൽ രാവിലെ വന്നതാണ്, ഇത്ര നേരം വെയിറ്റ് ചെയ്തിരിക്കുക, ഭയങ്കര ആരാധനയായി. ഇത് 12 മണിക്കൂർ ഷോ ആണ് ഇതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് മിഥുൻ. അക്കാര്യത്തിൽ ഒരു ഇത്രയും നേരം ക്ഷമ എന്ന് പറയുന്നത് വേറെ കൊണ്ടല്ല, ഇത്രയും നേരം എല്ലാ പരിപാടികളും ആസ്വദിക്കുന്നായിരുന്നു. നല്ല പരിപാടിയായിരുന്നു. കാരണം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമും ഇവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഒരുപാട് ചിരിപ്പിച്ച, ഒരുപാട് നമുക്ക് സന്തോഷം പകർന്ന കുറെ പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ ഇപ്പൊ മനസ്സിലായോ ഞങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഇരുത്തുന്ന കാര്യം മനസ്സിലായോ? അതിനുശേഷം വരുമ്പോ നല്ലൊരു ഗിഫ്റ്റ് നമുക്ക് തരണം. അതെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ന് ഇതിന്റെ വക എന്താണ് ഗിഫ്റ്റ്? ഈ അടുത്ത് പാടിയ മിന്നൽ മുരളിയിൽ ഒരു പാട്ടുണ്ട്. ഉറപ്പായിട്ടും. കാരണം മിന്നൽ മുരളിയിലെ പാട്ടാണ് ഈ അടുത്ത കാലത്ത് മനുഷ്യരെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു സംശയം വേണ്ട, അത് ഷാൻ റഹ്മാൻ സംഗീതം നൽകിയ മിന്നൽ മുരളിയിലെ ഇതിങ്ങനെ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, അലിഞ്ഞു പോവാണ്. എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മൾ മിഥുന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ദക്ഷിണാമൂർത്തി സ്വാമി എന്ന് പറയുന്നത് നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലത്തൊക്കെ അദ്ദേഹത്തിന് ആ രൂപം തന്നെയാണ്. ഇപ്പൊ സ്വപ്നങ്ങളെ കുറിച്ച് പാടുന്ന പാട്ട്, ആ പാട്ടെന്ന് പറയും. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ. ദക്ഷിണാമൂർത്തി സ്വാമിനെ നമ്മൾ കണ്ടിട്ടുള്ളത്, വിഷ്വലി കണ്ടിട്ടുള്ളത് ആ പാട്ടിലാണ്. പണ്ട് അതായത് നിറയെ ഭസ്മൊക്കെ കുറിയൊക്കെ തൊട്ട് വന്നിരുന്ന് പാടുന്നത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ കുറേ സന്തോഷം തോന്നും. അതിനുശേഷം ചന്ദ്രോത്സവം എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുന്ന സമയത്തും ദക്ഷിണാമൂർത്തി സ്വാമി അങ്ങനെ തന്നെ കുറേ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഭസ്മൊക്കെ തൊട്ട് മോഹൻലാലിന്റെ മുമ്പിൽ ഇരുന്ന് പാടുകയാണ്. അത് ആക്ച്വലി സ്വാമിയുടെ റെക്കോർഡിങ് 1960s കേട്ടിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം പാടി കേട്ടത് അതേപോലെ തന്നെയായിരുന്നു 94 അദ്ദേഹത്തിന്റെ. ആ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ശിഷ്യനാവാനായിട്ട് ഭാഗ്യം ചെയ്ത ഈ തലമുറയിലെ ഗംഭീരനായിട്ടുള്ള ഗായകനാണ്. അതിനൊരു പ്രത്യേക കൈയടി, ഒരു സംശയം വേണ്ട അതില്.
ഉയിരേ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ വാഴ്വിൽ കനലാളും പോലെ ഉരുകുന്നൊരു മോഹം നീയേ നെഞ്ചുലഞ്ഞ മുറിവിലാ മെല്ലെ മെല്ലെ തഴുകുവാൻ നിഴലാകാൻ നിനവാകാൻ മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ കാക്കാ സ്വപ്നം നീ സ്വന്തം നീയേ സ്വർഗം നീ സർവം നീയേ സ്വപ്നം നീ സ്വന്തം നീയേ സ്വർഗം നീ സർവം നീയേ മേഘം വാനിലെങ്കിലും ദൂരെ ദൂരെ മാഞ്ഞുവെങ്കിലും താഴെ ആഴിയെത്തുവാൻ മഴയായി പെയ്തിറങ്ങുമേ ഉലകിതിനോടും പൊരുതിടുമിനി ഞാൻ നിന്നെ നേടാനഴകേ ഇവനിനി നിന്നിൽ കലരുകയായി ഒരു നദിയായി നാം ഒഴുകാം നിലവിൽ ഉയിരേ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ വാഴ്വിൽ കനലാളും പോലെ ഉരുകുന്നൊരു മോഹം നീയേ നെഞ്ചുലഞ്ഞ മുറിയിലായി മെല്ലെ മെല്ലെ തഴുകുവാൻ നിഴലാകാൻ നിനവാകാൻ മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ കാക്കാ നമുക്കിനി അടുത്ത അപരന്മാരെ വിളിച്ചാലോ? വിളിക്കാം. അടുത്ത അപരന്മാരെന്ന് വെച്ചാലേ ഒരു സംസ്ഥാന അവാർഡ് നേടിയ സിനിമയാണ് വെള്ളരിപ്രാവിന്റെ ചെങ്ങാതി എന്ന് പറയുന്ന സിനിമ.
ആ സിനിമയിലെ ദിലീപേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമുക്ക് പഴയ ഒരുപാട് കഥാപാത്രങ്ങളുടെ ഓർമ്മകൾ പുതുക്കാനായിട്ട് വളരെ സഹായിച്ച ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു. ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. അതുകൊണ്ട് തന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ഒരു സിനിമ കൂടിയാണ്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ അതിൽ ദിലീപേട്ടൻ്റെ ക്യാരക്ടറിനെ നമുക്ക് ഈ വേദിയിലേക്ക് വിളിച്ചാലോ? വിളിക്കാം. റെഡി? അപ്പൊ അങ്ങനെയാണെങ്കിൽ വെള്ളരിപ്രാവിന്റെ ചങ്ങാതിയിലെ ആ ദിലീപേട്ടന്റെ കഥാപാത്രത്തിന്റെ അപരനാണ് ഇനി വരുന്നത്. നമ്മുടെ സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് ഒരു ഉഗ്രൻ കൈയടി കൊടുക്കാം. ഇവന്റെ പേര് ഷാജഹാൻ. ആള് ജീവിതത്തിൽ റൊമാൻറ്റിക് ആയിരുന്നു. പെണ്ണാണിനുള്ളതാ. ആണും പെണ്ണും കെട്ട ഇവന് വേണ്ടി വക്കാലത്തുമായിട്ട് വന്ന സ്നേഹിച്ച് 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 കൊല്ലും നമ്മള് സീതാണ്. സൗമ്യ മേനോൻ. ഹായ് സൗമ്യ, നമുക്ക് സൗമ്യ ഇവിടെ കിട്ടിയത് വലിയൊരു ഇതാണ്. കാരണം ഇപ്പൊ തെലുങ്ക് കന്നഡ ഒക്കെ ആണ് അല്ലേ? ഇപ്പൊ തെലുങ്കില് മഹേഷ് ബാബുവിന്റെ കൂടെ ഏത് സിനിമയാണ് ചെയ്യുന്നത്? സർക്കാർ വാരിപ്പാട്ടയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പടമല്ലേ? സൂപ്പർ പടം. പൈസ ഒക്കെ തന്നില്ലേ? പിന്നെ ആ സന്തോഷം പോരല്ലോ ചോദിച്ചപ്പോഴേക്കും. പൈസക്കാട്ടിലും കൂടുതൽ പടം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആണ്. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. ആണോ? സന്തോഷം ഇല്ലാതെ അപ്പൊ ഒരു നല്ല കൈ കൊടുക്കാം. ഇനിയിപ്പോ സൗമ്യ വിശേഷങ്ങളൊക്കെ പറയൂ. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷം തെലുങ്ക് ചെയ്യണു. 3 മൂവീസ് റിലീസ് ചെയ്യാതിരിക്കണു. കന്നഡ 2 ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഒരെണ്ണം അനൗൺസ് ചെയ്തു, 100 എന്നാണ് പേര്. അങ്ങനെ പിന്നെ തമിഴ് ഒരെണ്ണം കമ്മിറ്റ് ചെയ്തു. കുറച്ച് പഠിച്ചു വരുന്നു. തെലുങ്ക് മനസ്സിലാവും, പക്ഷെ കന്നഡ പഠിച്ചു വരുന്നു. തെലുങ്കിൽ എന്തൊക്കെ പഠിച്ച പുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. തെലുഗില് പറഞ്ഞ ചെപ്പണ്ടി എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, കൂച്ചണ്ടി എന്ന് പറഞ്ഞാൽ ഇരിക്കുക, തിന്നവ എന്ന് പറഞ്ഞാൽ കഴിക്കുക. അത് നമ്മൾ എന്തായാലും തിന്നവ തിന്നവ എന്ന് പറഞ്ഞാൽ കഴിക്കുക. ഇപ്പൊ ചേട്ടന് പറയാം മാത്തു ചെപ്പണ്ടി എന്ന് പറഞ്ഞാൽ സംസാരിക്കും. ചെപ്പണ്ടി ചേട്ടന് തിരിച്ചു പറയും കൂച്ചണ്ടി എന്ന് പറഞ്ഞാൽ ഇരിക്കാം. പഠിക്കാം. അവിടെ ബേസിക്കലി എല്ലാത്തിന്റെയും സ്ലാങ് അങ്ങനെയാ, എളുപ്പ പഠിക്കാൻ. മുത്തുഗവ് എന്ന് പറയുന്ന ഭാഷ തെലുങ്കാണോ കന്നഡയാണോ? എന്താണ് സംഭവം? ഒരു ചെറിയ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുമ്പോഴേക്കും എങ്ങനെയെങ്കിലും അവിടെ കയറി നിങ്ങൾക്ക് ഗോൾ അടിക്കണമല്ലേ? ചേട്ടന് വേറെ ഒന്നും അറിയില്ല ആ ഒരു ലാംഗ്വേജിൽ, അത് മാത്രമേ അറിയുള്ളൂ. തെലുങ്കാണോ കന്നഡയല്ലേ? അതെ കന്നഡയാണ്. കന്നഡയാണോ ആന്ന് തോന്നുന്നു. മലയാളത്തിൽ ഷാഫി സാറിന്റെ കൂടെ ലാസ്റ്റ് ഇറങ്ങിയത് മാർഗം കളിയായിരുന്നു. പിന്നെ ഇപ്പൊ റിലീസ് ചെയ്യാൻ പോണ ശലമോനും 48 Hoursഉം. ഷാഫി സാറിന്റെ ചിൽഡ്രൻസ് പാർക്ക് ആയിരുന്നു. അത് കൊറോണ കഴിഞ്ഞതിന് ശേഷം റിലീസിന് ഒരുങ്ങുന്നു. ഞാൻ എന്റെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് അതിനടി തടിയിലിട്ട് പെരുമാറിയത്. ഇതൊന്ന് വെള്ളരിക്കപ്പെടണം. ഒരു കുഞ്ഞു ഫോട്ടോ എടുത്താണോ ഇവ കാണിച്ച ഇത്ര വലിയ തോന്നിവാസം? വനിതാ കണ്ടിട്ട് ഫോട്ടോ എടുത്ത് വേണ്ടത്. അയ്യ സത്യമായിട്ടാണ് ആന്റപ്പനല്ല, അവന്റെ അപ്പനാണ് വിളിക്കുന്നത്. ഞാൻ ഫോട്ടോ എടുത്തപ്പോ ആ പെണ്ണ ഡ്രസ് ഊരി ഞാനെന്ത് ചെയ്യാനാ? കുരുത്തക്കേട് കാണിച്ചിട്ട് ന്യായം പറഞ്ഞു. നീ പറഞ്ഞില്ല എവിടെയാണ് ന്യായം? അല്ല ചേട്ടാ, അവൻ അറിയാതെ പറ്റിപ്പോയതല്ലേ. ഇപ്രാവശ്യത്തേക്ക് ഒന്ന് മാപ്പാക്ക്. ഞാൻ കാലൊന്നും പിടിക്കരുത്. നീ മേലെ ഈ ശവത്തിന്റെ മുമ്പ് ചവിട്ടി കൂട്ടി ഞാൻ. ഇല്ല, അവന് ഏരിയയിലേ കാണില്ല. അക്കാര്യം ഞാൻ ഓ അങ്ങനെ അങ്ങോട്ട് പോയാലോ? നീ എടുത്ത ഫോട്ടോ കാണിക്കും. അത് കിട്ടില്ലേടാ, കാണിക്കണത് സത്യമായിട്ട് കിട്ടില്ല. അപ്പോഴേക്കാ പെണ്ണ വെച്ചില്ലേ? പിന്നെ എന്തിനാണ് തൂക്കൊണ്ടിറക്കുന്നത് മനുഷ്യനെ കുതിപ്പിക്കാനായിട്ട്? കുഞ്ചാക്കോ ബോബനും ബിജു മേനോനും എക്സ്ട്രാ ഓർഡിനറി. ഈ കുഞ്ചാക്കോ ബോബന്റെ ഫിഗർ നമുക്ക് ഉണ്ടെന്ന് ഏറ്റവും ആദ്യം പറഞ്ഞ ആരായിരുന്നു? അത് എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ട് ഈ അനിയത്തിപ്രാവൊക്കെ ഇറങ്ങിയ സമയത്ത് എല്ലാ ചെറുപ്പക്കാരും ഈ പ്രചോദനടക്കം മനസ്സിൽ കൊണ്ടുവരുന്നതാണ് ഞാൻ ചാക്കോച്ചനാണെന്ന് സ്വയം തോന്നുന്ന ഒരു രീതിയിൽ. അപ്പൊ എല്ലാവരും പറയും അല്ലേ, നമ്മുടെ എല്ലാം മനസ്സിൽ നമ്മൾ ചാക്കോച്ചനാണെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന കാലത്ത് കേട്ടത് എനിക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു ചാക്കോച്ചനെ പോലെ നടക്കണമെന്നൊക്കെ. പക്ഷെ എല്ലാവരും പറയടാ നിന്നെ കണ്ടു ചെറിയ ലുക്കുണ്ട് ചാക്കോച്ചന്റെ. അപ്പൊ പിന്നെ അന്ന് മുതലേ നമ്മൾ ആ പുള്ളിയുടെ പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഇപ്പൊ ഈ പരുവമായി അത്രേ ഉള്ളൂ. ശബ്ദത്തിൽ എവിടെ ഒരു ചാക്കോച്ചൻ ഉണ്ടല്ലേ? അനുകരിച്ചാണോ അത് അങ്ങനെ പറയുന്നതാണോ? അല്ല, അത് ഏതാണ്ട് അത് ഇവിടെ പറയാൻ പറ്റുമെന്നറിയില്ല. എനിക്ക് ചെറിയ കട്ടപ്പല്ലുണ്ട്. അപ്പൊ സംസാരിക്കുമ്പോ ഈ നാക്ക് ടച്ച് ചെയ്യുന്നതുകൊണ്ട് ഏതാണ്ട് അതുപോലെ ശബ്ദം വരും. അല്ല, സംസാരം ഏകദേശം അതുപോലെ. ഞാൻ വെച്ചാൽ അനുകരിച്ച് പറയുന്നതാണ്. ഒരുപാട് ചെയ്തിട്ടുണ്ട്, ചാക്കോച്ചന്റെ ഒരുപാട് സോങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയിരിക്കുന്നത് ഏത് പാട്ടാണ്? പെട്ടെന്ന് പറഞ്ഞാൽ. എനിക്ക് മറ്റേ എന്തിനീ മിഴിരണ്ട് വോയിസ് കറക്റ്റ്. എനിക്ക് ഏതാണ് മറ്റേ എന്തിനീ മിഴിരണ്ടും ആ പാട്ടിനായിരുന്നു. നമുക്കിപ്പോ കുഞ്ചാക്കോ ബോബന്റെ മാതിരിയുള്ള ഫിഗർ കിട്ടിയിട്ട് മാത്രം കാര്യമില്ല. കുഞ്ചാക്കോ ബോബൻ ഒരു ഉഗ്രൻ ഡാൻസർ കൂടി ആയതുകൊണ്ട് അതിന്റെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കണ്ടേ നമുക്ക്? അതിനൊരു വലിയ ഭാഗ്യം കൂടെ ഉണ്ടായി. അത് ഞാൻ ഫ്ലവേഴ്സ് ടിവിയോട് നന്ദി പറയുന്നു. മറ്റൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാനും ചാക്കോച്ചനും ഒരുമിച്ച് ഈ വേദിയിൽ ഡാൻസ് ചെയ്തു. അതൊരു ഭാഗ്യം ഉണ്ടായി. ഏത് പാട്ടായിരുന്നു അത്? ഇത് തന്നെ സുൻസുൻ. അല്ല, ഏത് പരിപാടിയായിരുന്നു അത്? കോമഡി ഉത്സവം. അതിന് 50ാം എപ്പിസോഡിൽ എനിക്ക് വരാൻ സാധിച്ചു. ചാക്കോച്ചനും ഞാൻ ഒരുമിച്ച് ഈ വേദിയിൽ ഡാൻസ് ചെയ്തു. എന്താ പറഞ്ഞ ചാക്കോച്ചൻ? പിന്നെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
അപ്പോൾ അത് വലിയ സന്തോഷമല്ലേ, കാരണം നമ്മൾ അനുകരിക്കുന്ന ഒരാളുടെ മുമ്പിൽ തന്നെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുക. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ചാക്കോച്ചൻ ഒരു ഫാൻസ് ഉണ്ട്, അങ്ങനെയുള്ള ഫാൻസുകൾ കൂടുന്നുണ്ടോ? പ്രത്യേകിച്ച് ചാക്കോച്ചൻ ഫാൻസ്? ഇല്ല, പുള്ളിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്കിലും പറയാറുണ്ടോ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ചാക്കോച്ചൻ അങ്ങനെയൊക്കെ പറയാം? അത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ പല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒറ്റ നോട്ടത്തിൽ മറ്റേതാണ് കുഞ്ചാക്കോ ബോബനല്ലേ? ഒറ്റ നോട്ടത്തില്ലേ, രണ്ടാമത്തെ നോട്ടത്തിൽ അയ്യേ എന്ന് പറയും. ബിജുമേനൻ കറക്റ്റ് ഫിഗറാണ്, ഒരു നല്ല ഗൈഡ് നമുക്ക് കൊടുക്കാം. നല്ല ഫിഗറാണ്, ഉഗ്രൻ. അപ്പോൾ ബിജുമേനൻ ശബ്ദമാണോ അതോ നമ്മളിനി ബാക്കിയുള്ള പരിപാടികളൊക്കെയാണോ? നമ്മൾ സൗണ്ട് എടുക്കുമോ? ഇല്ല, സൗണ്ടില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സാധാരണ ഇപ്പോൾ ബിജുമേനൻ ഒരു സോങ് ഇട്ട് കഴിഞ്ഞാൽ ഡ്യൂപ്പിനെ അനുകരിക്കുമ്പോൾ അല്ലെ അപരന്മാരെ അനുകരിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ കയറുന്നത് പാട്ടിട്ടാണ് കയറുന്നത്. അതെ. അങ്ങനെ ഏത് പാട്ടിട്ടാണ് ആദ്യ വേദിയിൽ വന്നത്? ബിജുമേനെ എനിക്ക് അനുകരിക്കാൻ സാധിക്കും. ബിജുമേനന്റെ ഏറ്റവും ആദ്യം ഞാൻ ചെയ്തിട്ടുള്ളത് ശലഭം വഴിമാറിയോ. അപ്പോൾ എന്തായാലും രണ്ടുപേരും ഇവിടെ നമ്മുടെ വേദിയിൽ തന്നെ ഉണ്ട്. ഇത് അപരന്മാരുടെ സംസ്ഥാന സമ്മേളനമാണ്. രണ്ട് ഗംഭീര അപരന്മാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. പക്ഷേ കുഞ്ചാക്കോ ബോബന്റെ അപരനെ നമ്മൾ ഇനിയും ഒരു വരവ് കൂടി വരേണ്ടി വരും. തീർച്ചയായും. യെസ്. അപ്പോൾ ഒരു ഉഗ്രം കൈയടി. താങ്ക് യു. ഒരു 50 വയസ്സിന് മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു 60 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ പഴയ കാലത്തെക്കുറിച്ച് പറയുന്ന സമയത്ത്, പഴയകാല പാട്ടുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും ആദ്യം പറഞ്ഞെടുക്കുന്ന 2 പേരുകളാണ്. ഒന്ന് മുഹമ്മദ് റാഫി, 2 കിഷോർ കുമാർ. നമ്മുടെ ആസ്വാദകർക്ക് എല്ലാവർക്കും ഈ 2 പേരുകൾ മാറ്റി വെച്ചിട്ട് ഹിന്ദി പാട്ടുകളില്ല. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നമ്മളിത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് അപരന്മാരുടെ സംസ്ഥാന സമ്മേളനമാണ്. ഈ കൂട്ടത്തിൽ ഒരാളെങ്കിലും നമ്മുടെ ഈ വേദിയിലേക്ക് വന്നില്ലെങ്കിൽ അത് മോശമല്ലേ? അല്ല, കിഷോർ കുമാറിന്റെ പാട്ടെന്ന് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അത് അനുകരിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന് ഗംഭീരമായിട്ട് അനുകരിക്കുന്ന ഒരാളെ നമ്മൾ ഈ വേദിയിലേക്ക് കൊണ്ടുവരിക. യെസ്. അങ്ങ് കോഴിക്കോട് നിന്നും ഈ സംസ്ഥാന സമ്മേളന വേദിയിലേക്ക് വരാൻ പോകുന്നു അരുൺ. അരുണിന്റെ വരവ് കാണുമ്പോൾ അറിയാം രണ്ടും കൽപ്പിച്ചുള്ള വരവാണ്. അതാണ്. അരുണേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയും. ഈ കോഴിക്കോട് എന്ന് പറയുന്നുണ്ടല്ലോ, എപ്പോഴും പഴയ ഹിന്ദി പാട്ടുകളൊക്കെ ഇപ്പോഴും മുഴങ്ങി കേൾക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കിഷോർ കുമാറിന്റെ മുഹമ്മദ് റാഫിയുടെ ഒക്കെ പാട്ടുകൾ ഇപ്പോഴും സ്ഥിരമായിട്ട് പ്ലേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ അറിയാം കോഴിക്കോട് തന്നെ. അങ്ങനെ തന്നെയാണോ ഈ കിഷോർ കുമാറിന്റെ ശബ്ദത്തിലേക്കുള്ള നമ്മുടെ ഒരു കടന്നൊരു? അല്ല, ആക്ച്വലി അങ്ങനെയല്ല. കോഴിക്കോട് എന്ന് പറയുമ്പോൾ എപ്പോഴും പഴയ പാട്ടുകളുടെ സ്ഥിരം വേദികളുള്ള സ്ഥലമാണ്. അപ്പൊ ഞാനങ്ങനെ കിഷോർദായുടെ ഒരു പാട്ടുകൾ മാത്രം കുറെ കേട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ചെറുപ്പം മുതൽ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കയറി പാടി 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 ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിയുടെ അനുകരിക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. പാടുമ്പോൾ അങ്ങനെ പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേരും ഒന്ന് മൂളിയാലോ ഏറ്റവും ആദ്യം? തുജേ ബിൻ ജാനി बिन पहचानी मैंने हृदय से लगाया तुझे बिन जानी बिन पहचानी मैंने हृदय से लगाया पर मेरे प्यार के बदले में तूने मुझको ये दिन दिखलाया. അടിപൊളി. പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ എവിടെയെങ്കിലും ഈ നമ്മൾ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറയാ ഏതൊക്കെ താരങ്ങൾ അനുകരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം വരിക. പക്ഷെ ഇപ്പൊ ആ ചോദ്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു. കാരണം ഏതൊക്കെ താരങ്ങൾ അനുകരിക്കും എന്നതിനൊപ്പം തന്നെ ഏതൊക്കെ ഗായകരുടെ ശബ്ദത്തിൽ പാട്ട് പാടും ഇങ്ങനെയും കൂടി ചോദിക്കാനായിട്ട് തുടങ്ങി. അല്ല, മാത്രം നമുക്ക് മിമിക്സ് പരേഡിന് ശേഷം മിമിക്സ് ഗാനമേള ഉണ്ടായി. അപ്പൊ ഇതില് നമുക്കിപ്പം റിതം ഇൻസ്ട്രുമെന്റ്സ് എല്ലാം മിമിക്സ് ഗാനമേളയോടെ നമ്മൾ ചെയ്യുന്നു. അതിലൂടെ തന്നെ ഇപ്പൊ എസ് ജാനകിയമ്മയുടെ പാട്ടാണെങ്കിൽ പോലും അതിൽ നമ്മൾ അങ്ങനെ ഫീമെയിൽ മെയിൽ പാടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതിന്റെ ഒരു തരംഗം ഭയങ്കരമായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരുപാട് ഇപ്പം ഈ പറയുന്ന പോലെ ന്യൂ ജനറേഷനൊക്കെ വന്നപ്പോഴാണ് അതൊന്നും മങ്ങിപ്പോയത്. പക്ഷെ എങ്കിലും നമ്മൾ ഇന്ന് ഈ സമ്മേളനത്തിൽ വരാൻ പോകുന്നവരുടെ പാട്ട് അനുകരിച്ച് പാടുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായകരുടെ ശബ്ദത്തിൽ തന്നെ പാട്ട് പാടുന്ന ഒരു പിടി ഗായകരാണ് ഇനി വരാൻ പോകുന്നത് ഈ സംസ്ഥാന സമ്മേളന വേദിയിലേക്ക്. നമുക്ക് സ്വാഗതം ചെയ്യാം. ഒരു നല്ല കൈയ്യോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. നമസ്കാരം, ഒന്ന് പരിചയപ്പെടുത്തി ഏറ്റവും ആദ്യം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡെനീഷ് എന്നാണ്. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പരപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഡെനീഷ് ഏറ്റവും അധികം പ്രശസ്തനായിട്ടുള്ളത് SPBയുടെ പാട്ടുകൾ പാടിയിട്ടാണ്. ഓക്കെ, അതെ. SPB എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അങ്ങനെ ഉറഞ്ഞു കിടക്കുന്ന ഒരു ശബ്ദമാണ് SPBയുടേത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നേരെ പാട്ടിലേക്ക് പോയാലോ? ഓക്കെ, റെഡി. ശങ്കരാ नाथ शरीरा परा वेद विहारा
ജീവേശ്വരാ ശങ്കരാ നാഥ ശരീരാപരാ വേദവിഹാര ജീവേശ്വരാ ശങ്കരാ നാഥ ശരീരാപരാ വേദവിഹാര ജീവേശ്വരാ ശങ്കരാ. ഗംഭീരം ഗംഭീരം സൂപ്പർ. കാര്യം നമുക്കറിയാം അല്ലെ, SPB എന്ന് പറയുമ്പോൾ നമ്മൾ ശങ്കര എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാര്യം ഇവിടെയുള്ള ഒരു സമയത്തും ഇവിടെ ഗാനമേളക്കൊക്കെ ശങ്കര എന്ന് പറയുന്ന ഒരു പാട്ട് അനൗൺസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കയ്യടി അല്ലെ, പാട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഏറ്റുന്ന അതുപോലെയാണ്. ഗംഭീരമായിട്ട് പാടി. ഇനിയിപ്പോൾ അടുത്തത് മകേഷിന്റെ ഊഴമാണ്. മകേഷ് ഇതൊരു മത്സരമായിട്ട് തന്നെ കണക്കാക്കി. മകേഷ് ആരെയാണ് പാടാൻ പോകുന്നത്? ആരെ ഇമിറ്റേറ്റ് ചെയ്താണ് പാടാൻ പോകുന്നത്? പി ജയന്തൻ സാറിനെ. ഭാവഗായകനാണ്. ചിത്ര ചേച്ചിയാണ്. ഇപ്പോൾ ചാലോ റെഡി. അതെ അതെ, ചിത്രചേച്ചിയുടെ ശരിക്കുള്ള ശബ്ദത്തിൽ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തി അവിടെ. അതെ അതെ, അങ്ങനെ ഇമിറ്റേഷൻ അറിയത്തില്ല. അല്ല, നമ്മുടെ ശബ്ദം തന്നെ പറഞ്ഞാൽ മതി. എൻ്റെ പേര് ബിജു. എൻ്റെ സ്ഥലം ചങ്ങനാശ്ശേരി പായിപ്പാടാണ്. പ്രചോദേട്ടന്റെ സ്ഥലമാണ് എൻ്റെ സ്ഥലം. ബിജു നേരത്തെ കോമ്പറ്റീഷനിലേക്ക് വന്നതാണ്, പാടി തകർത്ത ആളാണ്. അപ്പൊ ഇനി അടുത്തൊരു ഊഴം കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ തന്നെ പിടിക്കാം. ഓക്കെ, അപ്പൊ ഇനി SPB പാടാൻ വേണ്ടിട്ട് ഇവിടെ വെമ്പി നിൽക്കാണ്. ഇനി ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ഭാഷ എന്ന മൂവിയില് SPB സാർ പാടിയിട്ടുള്ള ഞാൻ ആട്ടോക്കാരൻ. വേറെ ലെവൽ. ஆட்டோக்காரன் ஆட்டோக்காரன் நாளும் தெரிஞ்ச ரூட்டுக்காரன் நாயமுள்ள ரேட்டுக்காரன் அல்லவங்க கூட்டுக்காரன் நல்லா பாடும் பாட்டுக்காரன் காந்தி புறந்த நாட்டுக்காரன் கம்பெடுத்த வேட்டக்காரன் எளியவங்க உறவுகாரன் இறக்கமுள்ள மனசுக்காரன்டா நான் ஏழைக்கெல்லாம் சொந்தக்காரன்டா நான் எப்பொழுதும் ஏழைக்கெல்லாம் சொந்தக்காரன்டா அச்சுக்கு என்ன அச்சுக்குத்தா குமுக்கு என்ன குமுக்குத்தா ஆட்டோக்காரன் ஆட்டோக்காரன் நாளும் தெரிஞ்ச ரூட்டுக்காரன் நாயமுள்ள ரேட்டுக்காரன். മകേഷ് പാടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. മകേഷ് ആരെയാണ് ഇനി പാടുന്നത്? ജയേന്ദ്രൻ സാറിനാണ്. ഏത് പാട്ട്? കേരനിരകളാടുന്നു. അടിപൊളി. കേരനിരകളാടുന്നൊരു ഹരിത ചാവുതീരം പുഴയൂരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും കണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട് നിറപൊലിയേകാമെന്നരിയ നേരിനാ പുതുവിള നേരുന്നോരിനിയ നാടിത പാടാം കുട്ടനാടിൻ നീളം. എനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ മാറി 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 മത്സരിക്കുന്ന സമയത്തെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ എല്ലാവരുടെയും ഒരു മാർക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്. നമുക്ക് ടോട്ടൽ സ്കോർ സെന്തിലിന്റെ അടുത്ത് ചോദിക്കാം. സെന്തിൽ ഇതെല്ലാം ജഡ്ജ് ചെയ്യുന്നുണ്ട്. അവസാനം സെന്തിൽ ഇതിന്റെ അഭിപ്രായങ്ങൾ ലാസ്റ്റ് ആണ് സെന്തിൽ പറയുന്നത്. കഴിഞ്ഞിട്ട് മതി. അതെ, ഞങ്ങൾ ഫുള്ള് പാട്ട് കേട്ടാ കൊള്ളാന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ പകുതി വെച്ച് തീർന്നു പോകാൻ ഒരു സങ്കടമുണ്ട്. എന്നാലും അങ്ങ് ലയിച്ചു പോവുകയാണ്. അവിടെ തന്നെ ഇരുന്നോ? ലയിച്ചിരുന്നാ പറയാനെ കുറിച്ച് അഭിപ്രായം ലാസ്റ്റ് പറയാം. വരും. അപ്പൊ അടുത്ത ദാസേട്ടനാണ് വരുന്നത്. ഫലാലി. അടുത്ത ദാസേട്ടന്റെ ഒരു സെമി ക്ലാസിക്കൽ പാട്ട് പാടാം. പൊളിക്കാം. സെന്തിലിന് അഭിപ്രായം പറയുന്ന പാട്ടേ പാടാവുള്ളൂ. അതെ.
ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം അഭിലാഷ ഗാനം, മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം, അതിലോല ലോലം ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ഒരു രക്ഷയില്ല. പക്ഷെ ഇതിന്റെ അനുബലം കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? ഇതിന്റെ ബാക്കിയും കൂടെ കേട്ടാ കൊള്ളാം. ഇതിന്റെ ബാക്കി ലൈൻ എന്താണ് സെന്തിൽ പറ? ആരോ പാടും. ആരോ അല്ല പാടുന്നത്, ഇതേയാണ് പാടുന്നത്. ഫലാലിയാണ് പാടുന്നത്. പൊളിച്ചോ ഫലാൽ. ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ, ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ, ചൊരിയുമളവിലിളം മിഴികളിളകിയതിൽ മൃദുല തരള പദ ചലന നടനമുതിരൂ ദേവി, പൂങ്കാറ്റിൽ ചാഞ്ചാടും തൂമഞ്ഞിൻ വെൺതൂവൽ കൊടി പോലഴകേഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. എന്റെ പോട്ട് രമണ, ഇതെന്താണ് മത്സ്യകന്യക? മത്സ്യകന്യകൻ മത്സ്യകന്യകൻ ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എന്താടാ ഈ കിടക്കണത് ആരാണെന്ന മുതലാളുടെ വിചാരം? ലക്ഷപ്രഭുവാണ്, ലക്ഷപ്രഭു. പിന്നെ ലക്ഷപ്രഭു കടലിലല്ലേ കിടക്കുന്നത്? കിടക്കും, ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്? ഇവനെ രക്ഷപ്പെടുത്തിയ മകൾ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ കയ്യിന്ന്. തന്നില്ലെങ്കിലോ? കടപ്പുറം ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്കറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആരടാ? എടാ ഇവൻ ആരാണെന്ന് അറിയാതെ അവരാരാന്ന് ചോദിക്കാൻ പറ്റുമോ? ഇവൻ ആമ്പറിന് അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എടാ മോനെ, നീ ആരാണ്, എന്താണ്, ഊരും കൂടി എവിടെയാണ്, കാശപ്പ തരും, എത്ര നേരമാണ് ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയടാ. ആംഗ്യ ഭാഷ ചോദിക്കുമല്ലേ? എന്നാ ഊരും കൂടി എവിടെയാണ് ആംഗ്യ ഭാഷ ചോദിക്ക്. ആംഗ്യ ഭാഷ ഞാൻ കാണിച്ചു തരാം. എടാ നിന്റെ ഊരും കുടിയും എവിടെയാണ് നിന്റെ? മോനെ മോനെ, വീട് നിന്റെ എവിടെയാണ്? മോനാളുടെ വീട് എവിടെയാണെന്ന്? ചുടുകാട്ടിൽ. എനിക്ക് വീടില്ല. ഞാന് കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ചു തരാം. ആംഗ്യ ഭാഷയിൽ അതെന്താ മുതലാളി? ഇവിടെ കണ്ണൂർ എന്നാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. കാലടി ചോദിക്കും മുതലാളി. ഇത് ഓക്കെ. കാല് 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 ജബാ അടി. അയ്യോ കാലടി കാലടി കാലടി. വെട്ടൂര് ചോദിക്കട്ടെടാ, വെട്ടൂര്. വെട്ടൂര് ചോദിക്കട്ടെ, വെട്ടിക്കൊല്ലും പണ്ടാരടക്കാൻ. അവനേത് ഗുദാമെങ്കിലായിട്ട് ഇത് ചോദിക്കട്ടെ. എന്തോ നമുക്ക് അടുത്ത ഗായകനെ ഇങ്ങോട്ട് വിളിക്കാം. വരുന്നു നവാസ്. യെസ്, അപ്പൊ നവാസിന്റെ ഒരു ഉഗ്രം കൈയടി. അപ്പൊ നവാസ് വരുമ്പോ ഏത് പാട്ടാണ് നവാസ് പാടാൻ പോകുന്നത്? അല്ലെ അപരന്മാരുടെ സംസ്ഥാന സമ്മേളനത്തിൽ നവാസിന് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചു. നവാസ് തന്നെ പറ. നവാസ് ആരുടെയൊക്കെ ശബ്ദത്തിലാണ് പ്രധാനമായിട്ടും പാട്ട് പാടാറ്? റാത്ത് ഫത്ത് അലി ഖാന്റെ പിന്നെ ആതിഫ് അസ്ലമിന്റെ പാട്ടൊക്കെയാണ് പാടാറ്. കൂടുതലും ഖവാലി സൂഫി സോങ്, കുറച്ച് സൂഫി, അതെ, അങ്ങനെയാണ് പാടാറ്. നമ്മൾ കണ്ടിട്ടുള്ള സമയത്ത് മലപ്പുറം ഏരിയയിലാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് അവിടെ ഈ മലപ്പുറത്തൊക്കെ നിന്നിട്ട് സൂഫി സോങ് പാടുന്ന സമയത്ത് അതിന് കംപ്ലീറ്റ്ലി വേറൊരു മൂഡാണ്, വേറൊരു ഫീലാണ്. അതെ. അപ്പൊ ആ സൂഫി സോങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ ഞങ്ങൾ നിക്ക ചെയ്ത് ഒരു 4 പേര് ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റും. അത് ആരുടെ ശബ്ദത്തിലാണ് പാടാൻ പോകുന്നത്? റാത്ത് ഫത്ത് അലി ഖാൻ. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ जाना की तारीफ मुमकिन नहीं.
അടിപൊളി അടിപൊളി അപ്പൊ ഇനി ആതിഫ് അസ്ലമിന്റെ ഒരു പാട്ട് കൂടി നമുക്ക് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മുടെ പാട്ടുകാരൊക്കെ നിരന്നിരിക്കുകയാണ്. രണ്ടാമത്തെ അപര പാട്ടാണ്. അതെ, രണ്ടാമത്തെ അപരൻ. അതെ, എടുത്താലോ. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. ഞാൻ ആതിഫ് അസ്ലമിന്റെ പാട്ട് ഫസ്റ്റ് ആയിട്ട് പാടുന്നത് ഈ ഒരു പാട്ടാണ്. തൂ ജാനേന എന്ന സോങ് ആണ്. അതിനൊരു അനുപല്ലവി മാത്രമായിട്ട് പാടാം. യെസ്, അപ്പൊ ആതിഫ് അസ്ലമിന്റെ എല്ലാ ഫാൻസിനും വേണ്ടിയിട്ട് നവാസ് പാടുന്നു. റെഡി? निगाहों में देखो मेरी जो हमस गया वो है तुम जो दिल की आरज़ू अफसास होता है दिल भी ये रोता है सपने सजाता है बदला हुआ ऐसे हमको गिले तुमसे न जाने क्यों मीलों के है फासले तुमसे न जाने क्यों कैसे बता है क्यों तुझको चाहे यारा बताना पाए बातें दिलों की देखो छुपा के आके तुझे समझाए तू जाने ना तू जाने ना तू जाने ना तू जाने ना तू जाने तू जाने तू जाने तू जाने ना നീ എന്താണ് ഞാൻ മനോഹരമായിട്ട് പാടി വരുമ്പോൾ നീ എന്തിനാ എന്റെ കൂടെ പറഞ്ഞ? ഞാൻ കോറസ് പാടിയതല്ലേ? ഇത്ര അങ്ങ് കോറസ് പറയാം. നീ ആരോ കൊച്ചിൻ കോറസോ? നിനക്ക് അല്ലേലും ഉള്ള നിനക്ക് ഏത് വീട്ടിൽ നീ പണിക്ക് പോട്ടെ നിനക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ഡാൻസും പാട്ടും മേളം ഉള്ളത്. അപ്പൊ നിങ്ങൾ കഴുത നിന്ന് പാടുപോലെ പാടിയതോ? ഹലോ, എന്താ? കഴിയില്ല കഴിയില്ല കഴിയില്ല. കഴിവില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാലോ. അത് ഫോണിൽ കൂടെ വിളിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് എത്ര ദിവസം എടുത്തത്? അത് എന്താ? അല്ല, ഇത് ഗസ്റ്റ് ഹൗസ് റൂം എടുത്ത് ഈ കൗണ്ടർ എഴുതി ഫലിപ്പിക്കാനും എത്ര ദിവസം എടുത്താണ് ഇപ്പൊ? ഞാൻ ചുമ്മാ വെറുതെ നീ കൂടുതൽ വർത്താനം പറയണ്ട കേട്ടോ. നീ ആവശ്യം നീ ആ റെഡ് ഡോക്സർ എടുത്ത് വെച്ചടിയാ. റെഡ് ഡോക്സർ വേണ്ടേ? മേടിക്കണ്ടേ ഇതൊക്കെ? കാശ് തരണ്ടേന്ന്. അയ്യോ, തൊട ഉരഞ്ഞിട്ടുണ്ടല്ലോ കൊച്ചെ. അയ്യോ, ഓട്ടയാണോ? അല്ല, ഇന്നലെ സൈക്കിളിൽ നിന്ന് വീണിട്ടേ. അപ്പൊ രണ്ട് സൈഡിലും ഓട്ടയാ. കൈ 10 പൈസ ഇല്ല അല്ലേ? ഞാൻ അവിടെ പോയി എന്നെ പറയണം? നീ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചോദിക്കാൻ വേണ്ടിയാ. അങ്ങനെ വേണം. കാരണം ഇപ്പൊ എന്റെ പല ശിഷ്യന്മാരും അങ്ങനെ ചോദിക്കാറില്ല. എന്നിട്ട് കൈ കിട്ടിയ കളറൊക്കെ എടുത്ത് ഭിത്തിക്ക് അടിക്കും. പിന്നെ അവസാനം വീട്ടുകാരുടെ ചീത്തവിളി എനിക്ക്. അതെ, ചോദിക്കും സംശയം എന്നാ? ഈ റെഡ് ഓക്സൈഡിന്റെ കളർ എന്താ? റെഡ് ഓക്സൈഡിന്റെ കളറേ, റെഡ് ഓക്സൈഡിന്റെ കളർ അറിയാൻ എനിക്ക് പിന്നെ എന്തിനാ എന്നോട് വരുന്നത്? റെഡ് ഓക്സൈഡിന്റെ കളർ മനസ്സിലാക്കണം. റെഡ് ഓക്സൈഡിന്റെ കളർ പച്ച. ഒരു കാര്യം പ്രത്യേകം ഉറപ്പിക്കാനുണ്ട്, ഈ വീട് നമ്മുടെ രണ്ടുപേരുടെ കൈ നിൽക്കത്തില്ല. എടാ, ഈ വീടെടുത്ത് ആ പെയിന്റ് ബക്കറ്റ് മുക്കി വെക്കാനല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഈ പെയിന്റ്, ഈ ബക്കറ്റിനകത്ത് പെയിന്റ് മുക്കി ആ വീടിനെ അടിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഓ എന്റെ പൊന്നെ, ഞാനൊരു സാധനം പറഞ്ഞപ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ചീക്കല്. ഇത് എന്തൊരു സാധനമായത്? ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? നമ്മുടെ കൈ നിൽക്കുകയല്ല, പണിക്ക് ഒരാളെ കൂടെ വിളിക്കണം. ഞാനത് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ മാന്നാറുള്ള എബ്രുവിനെ വിളിച്ചാലാ. എബ്രു മാന്നാർ പാവുക്കര. അവൻ വിളിക്കണ്ട, അവൻ ഉഗ്രനാണ്. വേണ്ട, അവനെ വിളിക്കേണ്ടത് പറഞ്ഞില്ല. എന്താന്ന്? അവൻ ആന്റിജനാണ്. ആന്റിജനോ? ആന്റിമാർക്ക് വേണ്ടി ജനിച്ചവൻ. ഏത് ആന്റിമാരുടെ പ്രൊഫൈലിൽ കയറി നോക്കിയാലും അവരുടെ മ്യൂച്വൽ ഫ്രണ്ട് അവനാണ്. അല്ല, ചില വൃത്തിയേട്ടന്മാർ അങ്ങനെ ആടാ. കാരണം ഈ ആന്റിമാരുമായിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് കൂടുക, അവർക്ക് റിക്വസ്റ്റ് അയച്ചത് അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ ചാറ്റിങ്ങും പരിപാടി. വൃത്തിയേട്ടന്മാർ അവൻ ആ ടൈപ്പ്. എനിക്കറിയാവുന്ന അവൻ മാത്രമല്ല, നിങ്ങളും ആ ടൈപ്പാന്ന് എനിക്ക് മനസ്സിലായി. അവന്റെ തൊട്ടിപ്പുറത്തെ ഫോട്ടോ നിങ്ങളുടെ ആയിരുന്നു. കണ്ടായിരുന്നു. ആ സംഭവം അറിയാമോ? എന്താ? ഞാനും ഈ എബ്രുമായിട്ട് ഈ മ്യൂച്വൽ ഫ്രണ്ടിനെ. അതെനിക്കറിയാം. നീ എനിക്കിട്ട് അടിക്കാതെ നീ ആ ഭിത്തിക്ക് പോയടിയല്ലേ? ഈ വീടിന്റെ പേര് കൊള്ളാം കേട്ടോ, ഉപ്പും മുളകും. കിട്ടുക്കാനല്ലേ? പിന്നെ അതെന്താ അങ്ങനെ പേര് വന്നു? ഇവിടെ താമസക്കാരും ഇല്ല. അതായത് ഈ വീട്ടിൽ നേരത്തെ ഒരു അച്ഛനും അമ്മയും 5 പിള്ളേരും താമസിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും 5 പിള്ളേരും എന്ന് പറയുമ്പോൾ ഇതിന്റെ പേര് ഉപ്പുമുളകും എന്നല്ല ഇരുന്നത്. കിൻഡർ ഗാർഡൻ. എടാ, അതല്ല പറഞ്ഞത്. ഈ വീട്ടിൽ നേരത്തെ ഒരു അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അങ്ങനെ 5 മിടുക്കന്മാരായ പിള്ളേരുണ്ടായിരുന്നു. അവർ ഈ വീട്ടിൽ ഇങ്ങനെ സന്തോഷമായിട്ട് സുഖമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് അവർക്ക് എന്തോ ഒരു ബുദ്ധിമോശം സംഭവിച്ചു. വേറൊരു വീട് മേടിച്ച് അവർ അങ്ങോട്ടങ്ങ് പോയി. അവിടെ ചെന്നപ്പോൾ അവർക്ക് രാത്രി ഉറക്കമില്ല, സ്വപ്നം കാണല്, ദുസ്വപ്നം കാണല് പ്രശ്നങ്ങളായിട്ട് നേരെ ഇപ്പൊ ഈ വീട് വിറ്റ് എന്റെ ഇരട്ടി പൈസ കൊടുത്തിട്ട് രണ്ടാമത് ഈ വീട് മേടിച്ചുകൊണ്ട് താമസം വരിക. ഉപ്പുമുളക്. അയ്യോ, എന്തുവരായിരിക്കും അവർ വരുന്നത്? ഇന്ന് വരുമെന്നാണ് പറഞ്ഞത്.
വന്നൂല്ലേ ഊരുതണ്ടി ഇങ്ങോട്ട് കേറി വരിക. തന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. കേറി വരിക. കാണണ്ട സാറേ ആ മുഖം. ദൈവങ്ങൾക്കൊപ്പം ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന സാറിന്റെ ഒരു പടമുണ്ട്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ സാറേ. അതെ ഇത്രയ്ക്ക് അങ്ങോട്ട് സൂചിപ്പിക്കാനായിട്ട് ഇവിടെ നിൽക്കുന്ന ശ്രീകണ്ഠ സാറല്ല, പെയിന്റ് പണിക്ക് വന്ന അൻസാറാണ്. അയ്യോ ശ്രീകണ്ഠ സാറല്ലേ? ആ അൻസാർ KG. എടാ മക്കളെ, നമ്മളെ മ്യൂസിക് ഇറ ചെല്ലക്കിളി. ആണോ നിങ്ങൾ എന്തൊരു പണിയാണ് കാണിച്ചത്? നല്ല ഒന്നാമത്തെ ഒരു വീട് ഇതിട്ടാണ് നിങ്ങൾ വേറെ വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചാൽ ഇങ്ങോട്ട് വന്നാ. എടാ ഞാൻ വേറെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ നാടും വീടും ഇന്ന് ഞാൻ മറന്നില്ലല്ലോ. അതിന് നിങ്ങളുടെ നാട് നെയ്യാറ്റിക്കരല്ലേ? ഒരുമാതിരി ഉണ്ടാക്കിയ വർത്താനം പറഞ്ഞു. ഉണ്ടായ സ്ഥലത്തിന്റെ കാര്യമായി പറഞ്ഞത്. ഈ ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കുന്നത്? ഉണ്ട്. സത്യം പറഞ്ഞാൽ അണ്ണ ഇവിടുന്ന് പോയാലും ചേഞ്ച് ആണ് സാറിന്. അതായത് ഈ വീട്ടിൽ നിന്ന് സമയത്തേടാ ഈ പുള്ളി ഇതുപോലെ ഇങ്ങനെ പിന്നെ വെള്ളം ഉണ്ട് ഷർട്ടുമായിരുന്നു. പക്ഷെ മറ്റേ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേന് കോട്ടും സൂട്ടുമായി, പിന്നെ ഇതുപോലത്തെ നിക്കറും കളർ ഷർട്ടുമായി, പിന്നെ ഇവിടെ ചെന്നപ്പോ ഉപ്പുമുളകുമായിരുന്നു, അവിടെ ചെന്നപ്പോ അത് എരിവും പുളിയായി. നല്ല ചേഞ്ച് ആണ്. കൂടുതൽ കളത്തിൽ കേട്ടാ. ഞാൻ പോയെങ്കിൽ ഞാൻ വെറും കൈ വീശിയല്ല ഞാൻ വന്നത്. എന്റെ കയ്യിലൊരു കിടില ഐറ്റം ഉണ്ടേ. ആദ്യം അതെടുത്ത് അങ്ങോട്ട് പോയി. ഇയാളെടുത്ത് കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇത് കണ്ടാ ഈ സാധനം എന്റെ കയ്യിരിക്കുമ്പോ എനിക്ക് ടെൻഷനാണ്. പക്ഷെ ഞാൻ ഇത് വെച്ചൊരു കീച്ച് മോനെ. അയ്യോ എന്റെ കയ്യിൽ പേപ്പർ അതാണ് കീച്ചിട്ടിരിക്കുന്നത്. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ കൈ ഇരിക്കുമ്പോൾ ടെൻഷനാണ്, അതുകൊണ്ട് ഞാൻ കയറി കളഞ്ഞു. ഇപ്പൊ ടെൻഷൻ തീർന്നു. അയ്യോ എന്താണെന്നറിയാമോ? 6 മാസം കൊണ്ട് ഞാൻ പേറ്റ് നോവ് അനുഭവിച്ച ഒരു സാധനമാണ്. ഇത് 6 മാസമൊന്നുമല്ല, ഇത് കുറഞ്ഞത് 8 മാസമെങ്കിലും. അതല്ല ഞാൻ പറഞ്ഞപ്പോ ഈ പുതിയ ഉപ്പുമുളകിന്റെ സ്ക്രിപ്റ്റ് ആണ് ഞാൻ ഇരുന്ന് എഴുതിയാണെന്ന്. നീ എന്തൊരു പണിയാടാ കാണിച്ചത്? ആണം വിഷമിക്കാതെ, ഒരു പണിയുണ്ട്. ഇത് അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് വെച്ചൊക്കെ ചെയ്താൽ പോരെ? ഇത് ഞാൻ പലയിടത്തുനിന്ന് കൂട്ടി യോജിപ്പിച്ചാണ് ഒരു കഥ എഴുതി വെച്ചത്. എന്തായാലും അത് പോട്ടെ. സാധനം എന്റെ ബ്രെയിനിലുണ്ട്. സാധനം ട്രെയിനകത്ത് വരുന്നുണ്ട്. ഓ എന്റെ പൊന്നോ, എന്താടാ ഞാൻ പറഞ്ഞാൽ ഗസ്റ്റ് ഹൗസ് കോമഡി. ട്രെയിൻ അങ്ങോട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രെയിൻ കൊള്ളാം, പക്ഷെ ഇപ്പൊ പാളം തെറ്റി ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ കഥ പോയി പോട്ടെ, ഞാൻ കഥ പറയട്ടെ. ശ്രദ്ധിച്ചു കേട്ടോ, സംസാരിക്കുന്നത്. ഇതിന്റെ കഥയെന്ന് പറയുന്നത് അച്ഛനും അമ്മയും മക്കളുള്ള ഒരു പൊളപ്പം കുടുംബം. ഫ്രഷ് എന്തുവാ? അല്ല ബ്രഷ് വേണമെന്ന് പറഞ്ഞു. ഫ്രഷ് ആണോ ഞാൻ ചോദിച്ചത്? അണ്ണൻ പറഞ്ഞത് ഫ്രഷ് കഥയെന്ന് പറഞ്ഞ ബ്രഷും കൊണ്ടുവരുമോ? അണ്ണൻ പറഞ്ഞ ഫ്രഷ്. അമ്മയും മക്കളുള്ള ഒരു അടിപൊളി തറവാട്. ഈ തറവാടിൽ ഒരു കാരണവരുണ്ട്. കാരണവരുടെ പേരാണ് ബാലൻ മാഷ്. നമുക്ക് വീട്ടിലെ പിള്ളേരെ ബാലു എന്ന് വിളിച്ചാലാ? അത് കുഴപ്പമില്ല, ഇലക്ട്രോണിക്സിന്റെ ഒക്കെ പരിപാടിയാണോ? സയൻസ് ആണ്, ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ സാധനം. മിടുക്കൻ തന്നെ. അവൻ മിടുക്കൻ്റെ അല്ല, അണ്ണന്റെ ആ ഫ്രഷ് നമുക്ക് കേട്ടപ്പോൾ സാധനം ഫുള്ള് പിടികിട്ടി. ഈ ബാലൻ മാഷിന് ഒരു പത്നിയുണ്ട്. ഞായറാഴ്ച വെട്ടാം, എന്നിട്ട് കുനുകുനാ നരിഞ്ഞേച്ച് തേങ്ങാക്കുത്ത് ഇട്ട് വഴറ്റി എടുത്ത് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചോണ്ടല്ലോ. നാടൻ വെളിച്ചെണ്ണ ചൂടോടെ വാഴയിലേക്കകത്ത് അങ്ങ് വിളമ്പി വെച്ചാ ഒരു സാധനം ഞാൻ എടുക്കും. അതിന്റെ ശമ്പളം നിന്റെ പിടിക്കല്ല, നമുക്കെടുത്ത് പൊടിച്ച് അടിക്കാം. അല്ലേ ഈ പുള്ളിയുടെ പന്നി എന്റെ പൊന്നയുടെ പന്നിയല്ല, പിന്നെ ബാലമാഷിന്റെ പത്നി, ഭാര്യ, സഹധർമ്മിണി. വെറുതെ മനുഷ്യനെ പൊതി കയറ്റി ആവശ്യമില്ലാത്ത ആ പത്നി എങ്കിൽ പറ്റി പറയണം. ബാലമാഷിന്റെ ഒരു സഹധർമ്മിണിയുണ്ട്, പേര് നീലിമ. നീലു നീലു ഒന്നും വിളിക്കാം. അങ്ങനെ ചേച്ചി അവിടെ വന്നപ്പോ വെളിയിൽ എന്ത് ശബ്ദം? അതെ, എന്റെ കാറിലൊരു മതിൽ വന്നിടിച്ചതാ. കാറ് കൊണ്ട് മതിലിടിച്ചെന്ന് പറയില്ല. ബാലു, എനിക്കൊരു 5000 രൂപ വേണം. എന്റെ ഇരിക്കുന്ന ഗീരവിത്ത് ഉടനെ 5000 രൂപയുടെ പണിയല്ലേ കാറിനുള്ളൂ. അയ്യോ, ഇത് കാറിന്റെ പണി നേരെയാക്കാനല്ല. എന്റെ കാറ് മതിലിന് ഇടിച്ചല്ലോ, അപ്പൊ ഒരു JCB വെച്ചിട്ട് ആ കാർ എടുക്കണം. അതിന്റെ വാടകയാണ് 5000. CC ഇട്ട കാറിന്റെ കാര്യം ഉദാഗവ. അതിരിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, മറ്റേ കൊച്ചിയത്? എനിക്ക് നീലുവിനും കൂടെ 5 മക്കളാണ്. അപ്പൊ ഈ ചേച്ചിയുടെ പേര് നീലു നല്ല ഇടുന്നത്. കുഞ്ചിയമ്മ. അയ്യോ നീലി. കുഞ്ചിയമ്മ കുഞ്ചിയമ്മയ്ക്കല്ലേ 5 മക്കളുള്ളത്. എന്റെ കയ്യിൽ നിന്ന് ശമ്പളം ഇല്ലാതെ പോകും. കൊച്ചിന്റെ പേര് കൊച്ചിന്റെ പേര് പറഞ്ഞില്ല, ലക്ഷ്മി തമ്പുരാട്ടി. ലച്ചു എന്ന് വിളിക്കാൻ വീട്ടി. അല്ല, ലച്ചുമോടെ കയ്യിലെന്താണ് കവർ? അതെ, എനിക്ക് നാളെ കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിനൊരു കവർ സോങ് കാച്ചാനാണ്. മോളെ എവന്റെ അടുത്തോടൊന്ന് നീങ്ങിക്കാമോ? അല്ല, ഫോട്ടോ എടുക്കാനല്ല, എവന്റെ ഇതുപോലെ കുറെ ചീഞ്ഞ കൗണ്ടുണ്ട്, അതുകൂടെ ആ കിറ്റിനകത്തിട്ട ഒന്നിച്ചാൻ കളയാലെന്ന് ഓർത്താ. നീലിമയെ കുറിച്ച് പറഞ്ഞു, ലക്ഷ്മി കുട്ടിയെ പറഞ്ഞു. ഇനി ബാക്കിയുള്ള 3 മക്കളെ അറിയണ്ടേ? ഒരു കാര്യം ഞാൻ പറയാം, മൊത്തത്തിൽ നമ്മളിപ്പോ ലാഗടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അണ്ണൻ വെറുതെ ഇട്ടിങ്ങനെ വലിക്കാതെ ആ 3 പിള്ളേരോട് ഒന്നിച്ചിങ്ങനെ വിളിക്കാം, നമുക്ക് പണിയും തുടങ്ങാം. മക്കളെ, മാമന്മാർക്ക് മക്കളെ കാണണമെന്ന് ക്യാരി വരും ചെല്ലക്കിളികളെ. തട്ടി ചെറുക്ക കുടിയ മക്കളെ
എപ്പോഴും കണകണകണകണാന്നും പറഞ്ഞ അടിയും ബഹളമാണ് വീട്ടിൽ. എന്ന് ഈ പിള്ളേരെ കൊണ്ട് പ്രശ്നങ്ങളാണെന്നേ. ഈ പ്രശ്നം തന്നെയല്ലേ നിങ്ങൾ ശരി എപ്പിസോഡിൽ കാണിക്കുന്നത്? എഴുതുന്നില്ലല്ലോ സാധനം, ഇത് തന്നെ അവിടെ കാണിക്കുന്നു. ഒരു മിനിറ്റ് സെപ്പറേറ്റ് ആവട്ടെ. ഇവിടെ എപ്പോഴും പ്രശ്നവും പഴക്കമെന്ന് പറഞ്ഞില്ലേ? മക്കൾ 5 ആണ് താനും. ഇതിനൊക്കെ എവിടെ സമയം കിട്ടുന്നു ഇവർക്ക്? ശാസ്ത്രജ്ഞൻ സയന്റിഫിക് കോമഡി ആയതുകൊണ്ട് അത് ഏറ്റവും സംഭവം കൊള്ളാം. ഇതാരെന്ന് പറഞ്ഞില്ല, മൂത്തവൻ മുടിയനായ പുത്രൻ. ശരി. എടാ നിന്നെ ഞാൻ ഇവിടെ നമ്പൂതിരി സാമൂതിരി എന്നൊക്കെയാണ് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. ഇതെന്തിനു മുടിയടാ? എടാ ഈ മുടി പെട്ടെന്ന് ഞാൻ 500 തന്നായിരുന്നാ? ഡാഡി റീൽസ് ഫേസ്ബുക്കിലിട്ട് ഏതാ? കേശവൻ നായർ. ഈ കൊച്ചു പയ്യനൊക്കെ കേശവൻ നായർന്ന് പേരിട്ടാണ് നാണമില്ല. എടാ ഇവ ഇപ്പോഴല്ലേ കൊച്ച്, 10-40 വർഷം കഴിയുമ്പോ ഇത് നരയ്ക്കൂലേ? ആ സമയത്ത് ആ പേര് കറക്റ്റ് ആണ്. പിന്നെ ഇത് ശിവാനി അല്ല, ശിവാനി അമ്മ. കൊച്ചിന്റെ പേരാ? മകളെ പാറുക്കുട്ടി അമ്മ. അവിടെ തൊട്ടിൽ കിടന്ന് ഉറങ്ങുന്നത് പാറുക്കുട്ടിയാണ്. ഈ തൊട്ടിൽ കിടക്കുന്ന പിള്ളേർക്ക് ഇടാൻ പറ്റിയ പേരാണല്ലേ പാറുക്കുട്ടി അമ്മ. അതെ അതെ അതെ. ഞാൻ ആലോചിക്ക് വരുന്നു, ഇത് കീറിക്കളയണ്ടായിരുന്നു. ഏത് സ്ക്രിപ്റ്റാ? ആദ്യം എന്നെ പരിഹാസം അടിച്ചെങ്കിൽ ഇപ്പൊ കാര്യം മനസ്സിലായി. എങ്ങനെയാണ്? സൂപ്പർ സ്ക്രിപ്റ്റ് അല്ലേ? ഇത് കീറിക്കളയുമല്ലായിരുന്നു ചെയ്യേണ്ടത്, ഇത് കത്തിച്ച് കളയുമായിരുന്നു ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് പുഴ കൊണ്ട് ഒടുക്കിക്കളയണം. തൊട്ടുപോലെ എന്റെ സ്ക്രിപ്റ്റില്. ബാലു ബാ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാ. എനിക്ക് വേണ്ട, എനിക്കിപ്പോ വേണ്ട. ബാലു വരാതെ ഇങ്ങനെ വാന്നേ. ആ ചേച്ചിയും പിള്ളേർ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ വിളിക്കും. ചെന്ന് കഴിയണം. എവളൊക്കെ എന്നെ ഭക്ഷണം തീറ്റിക്കാൻ വേണ്ടി വിളിക്കുകയല്ല. ഞാൻ അകത്ത് ചെന്നിട്ട് വല്ലതും വച്ചുണ്ടാക്കിയാലേ എവക്കൊക്കെ കയറ്റാൻ പറ്റുള്ളൂ. എന്തൊക്കെയായാലും ആദ്യം റേറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് ഈറ്റിങ്. അത്രയേ ഉള്ളൂ. ഊരെ മുളന്നോണ്ട് പറഞ്ഞു ടീച്ചറുടെ കേസ് പറഞ്ഞപ്പോ പാലത്തിൽ നിന്ന് പാമ്പിനെ കണക്ക് വന്നേണ്ട. അതാണ് അവന്റെ സ്വഭാവം. എന്റെ ബാലു, നമുക്കിവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണം. ചുമ്മാ അങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നല്ല നല്ല സാധനങ്ങൾ, നല്ല എപ്പിസോഡ് കൊടുക്കണം, നല്ല പിടിച്ചു നിൽക്കാൻ പറ്റും. നല്ലൊരു ഐഡിയ എന്റെ കയ്യിൽ. എപ്പിസോഡ് തുടങ്ങുമ്പോ ഞാനൊരു ചിക്കൻ കറി വെക്കും. അപ്പം എരിവില്ലാന്ന് ലച്ചു പറയോ? ഞാൻ പറയാം. ഉപ്പില്ലാന്ന് കേശും പറ. ഞാൻ പറയാം. അങ്ങനെ അതും പറഞ്ഞ് ബഹളം വെക്കുമ്പോ ബാലു വന്നിട്ട് അതങ്ങ് കോംപ്രമൈസ് ചെയ്തു ഉഗ്രൻ എപ്പിസോഡ്. കാരണം ഇതുവരെ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് കിട്ടാത്തൊരു എപ്പിസോഡാണ്. ഫ്രഷ് അമ്മ ഞാൻ പറയാം. അച്ഛൻ ഒരു ദിവസം TV നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ശ്രദ്ധിക്കണേ, പെട്ടെന്ന് അത് പൊട്ടിത്തെറിച്ച് ആകെ പ്രശ്നമായി, ബഹളായി, കച്ചറിയായി, പിച്ചറിയായി. എങ്ങനെയുണ്ട്? ഇതൊന്നും വന്നിട്ടില്ല ഇതുവരെ. സാധനങ്ങൾ നിങ്ങളുടെ അടുത്തൊന്നും കിട്ടിയിട്ടില്ല. ഫ്രഷ് സാധനമായിരുന്നു. നിനക്ക് വല്ലതും ഉണ്ടോടാ പാമ്പളം നീക്കാതെ? ഞാനൊരു കല്യാണം കഴിച്ച് ഒരു ഗേളിനെ എൻട്രി ചെയ്യിപ്പിച്ച മുടിയാ ആ പരിപ്പ് ഈ കലത്തിൽ പോകൂല. കല്യാണം നടത്തണം പോലും. എന്തായാലും ഇതിന്റെ കാരണവർ ഞാനാണല്ലോ. അപ്പൊ സൂപ്പർ ആയിട്ടുള്ള ഒരു ഐഡിയ, റേറ്റിംഗ് കൂട്ടാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞിരുന്നു. നീലു ഒന്നുകൂടെ പ്രസവിക്കുന്നു. ഒറ്റ പ്രസവത്തിൽ 4 മക്കൾ. റേറ്റിംഗ് കുത്തനെ കയറും. നിങ്ങളുടെ ചെറുക്കൻ പരിപ്പ് വേവിക്കാനാണ് ശ്രമിച്ചത്, പക്ഷെ നിങ്ങൾ ബോംബെ കടല വേവിക്കാനാണ് ശ്രമിക്കുന്നത്. അത് നടക്കില്ല. ഈ കളിയാണെങ്കിൽ ശ്രീയുടെ സാറ് ഒരു എപ്പിസോഡ് ചെയ്യേണ്ടി വരും. ബോംബെ കടലയുടെ അല്ലല്ല, അതായത് കുട്ടികളുടെ സംസ്ഥാന സമ്മേളനം. അതെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇവിടെ പച്ച പിടിച്ച് നിൽക്കും. പുഷ്പിച്ചങ്ങനെ നിൽക്കും. അല്ലേടി നിക്കണേ എന്താണ് ഇവിടെ പരിപാടി? ഇവിടെ എന്താ പരിപാടി? ഇവിടെ അതാ വീണ്ടും സ്ക്രിപ്റ്റിന് ആൾക്കാർ സ്ക്രിപ്റ്റ് പറയാൻ വരികയാണ്. അല്ല ഇവിടെ എന്താ പരിപാടി? എന്താ പരിപാടി പറഞ്ഞേ? കണ്ടറിഞ്ഞൂടെ? ബാലു, നീലു പിള്ളേരെ കണ്ടറിഞ്ഞൂടെ? അവര് പണിക്കാരാണ്, മനസ്സിലായി. ഉപ്പുമുളകും ഫാമിലി കണ്ടിട്ട് മനസ്സിലായില്ലേ? ബാലു, അത് നീലു, അത് മുടിയായി. എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇവരല്ലല്ലോ. അല്ല ഇത് എന്താ കുഴപ്പമെന്നറിയോ പറഞ്ഞു കേട്ടോ? ഇത് അപരന്മാരുടെ സംസ്ഥാന സമ്മേളനമാണല്ലോ. അതെ, ഇവർ അപരന്മാരായിട്ട് വന്നിരിക്കുകയാണ്. അതെ. എന്ന് മാത്രമല്ല, നമ്മളെങ്ങനെ ഇവിടുന്ന് മാറിക്കഴിഞ്ഞിട്ടല്ലോ നമ്മുടെ അപരന്മാരെ കൊണ്ട് ഇവർ വരും. അപ്പൊ അങ്ങനെ നമുക്കൊന്ന് വിളിച്ചാലും, നമ്മുടെ ഒറിജിനൽ ആൾക്കാരെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വിളിക്കാം. വീഡിയോ കോൾ വിളിക്കുന്നത്. വീഡിയോ കോൾ വിളിക്കാം, നമുക്ക് ചോദിച്ചാലോ. എന്താടാ ഒരു ആക്കണേ ആക്കണേനെ വീട് വരെ കൊണ്ടാക്കേണ്ടി വരും. അല്ലാതെ മറ്റേ ആക്കണുണ്ടല്ലോ, അത് വേണ്ടട്ടാ. എങ്ങനെയൊക്കെ ജീവിച്ച് പോട്ടെ. വണ്ടി പാ ആക്കാൻ നടക്കണം. നിന്റെ അടുത്ത് എല്ലായിടത്തും കൂടെ ഞാൻ പറയും. യാവനെങ്കിലൊക്കെ ഇങ്ങനെ മുമ്പേ വരാമെങ്കിൽ എന്നെ അപ്പം തന്നെ വിളിച്ച് പറയണം. സ്പോട്ടിലെത്തും ഞാൻ. പോണേ.